പറയുകയാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ദീനാണ്. ആദർശം പഠിപ്പിച്ചു കൊടുക്കണം, മക്കൾക്ക് ആദർശം പറഞ്ഞു കൊടുക്കണം. ഇന്നത്തെ യുവതലമുറ, ഇന്നത്തെ പരിശുദ്ധമായ ദീനിന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? ഒരു വീടിന്റെ അകത്ത് പോലും ആദർശം പലതാടോ. വാപ്പയ്ക്കൊരാദർശമുണ്ട്, ഉമ്മയ്ക്കൊരാദർശമുണ്ട്, മക്കൾക്കൊരാദർശമുണ്ട്. ഒരു വീടിന്റെ അകത്ത് പോലും പടച്ചവനെ ഒത്തൊരുമയില്ലടോ. ഒരു വീടിന്റെ അകത്ത് പോലും ആദർശത്തിന്റെ വിഷയത്തിൽ ഒത്തൊരുമയില്ലടോ. അവിടെ ഒരു വിഷയം വരുമ്പോൾ തമ്മിൽ തല്ലാണ്. വാപ്പ പറയുന്നു തറാവീഹ് 8 മക്കള് പറയുന്നു അല്ല 20. പടച്ചവനെ ഒരു വീടിന്റെ അകത്ത് പോലും വല്ലാത്ത തർക്കമാണോ. ആദർശത്തിൽ ഉറച്ചൊരു തീരുമാനമില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആദർശമെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആദർശമെന്ന് പറയുന്നത് അമാനത്താ. ആദർശമെന്ന് പറയുന്നത് അമാനത്താ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഹജ്ജത്തുൽ വിദാഇന്റെ അവസാന പ്രഭാഷണത്തില് ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബത്തിനോട് ഉപദേശം കൊടുത്തിട്ട് നബി തങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്, ബല്ലിഗ് അന്നീ വലൗ ആയാ. പടച്ചവനെ, നിങ്ങൾ കേട്ട ഈ അറിവുണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണേ. പടച്ചവനെ, എങ്ങനെ തലമുറകൾ കൈമാറി കൈമാറി നിനക്ക് പടച്ചവനെ നിന്റെ കയ്യിലേക്ക് പരിശുദ്ധമായ ദീൻ എന്ന് പറയുന്ന ഈ ആദർശം നിന്റെ കയ്യിലേക്ക് കൊണ്ടുവന്നു തന്നിരിക്കുകയാണ്. ഇതൊരു അമാനത്താണ്, ഇതൊരു അമാനത്താണ്. പടച്ചവനെ, ഈ ആദർശം നിന്റെ മക്കൾക്ക് പകർന്നു കൊടുക്കണം, നിന്റെ തലമുറകൾക്ക് പകർന്നു കൊടുക്കണം, നിന്റെ ഭാര്യയ്ക്ക് പകർന്നു കൊടുക്കണം. ഈ ആദർശം നീ കുടുംബക്കാരോട് പറഞ്ഞു കൊടുക്കണം. പടച്ചവനെ, ഇതൊരു അമാനത്താണ്. എന്നാ ഈ അമാനത്ത് ദുരുപയോഗം ചെയ്യുന്ന കാലമാണോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാവർക്കും വേണ്ടത് ചെറുപ്പക്കാരെയാണ്. പ്രായമുള്ളവരെ ആർക്കും വേണ്ടടോ. ഇന്നെല്ലാവരെയും ചെറുപ്പക്കാർക്കാണ് വേണ്ടത്. അവരെ എങ്ങനെയും പഠിപ്പിക്കണമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും. എന്റെ സമുദായം 73 വിഭാഗമാകും. അതിൽ 72 വിഭാഗവും നരകത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ സമുദായം 73 വിഭാഗമാകും. ആ 73 വിഭാഗത്തിൽ ഒരേ ഒരു വിഭാഗം മാത്രം സ്വർഗത്തിൽ പോകും, ബാക്കി 72 വിഭാഗവും നരകത്തിൽ പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെയാ. നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം, 73 വിഭാഗത്തിൽ 72 നരകത്തിൽ. 72 വിഭാഗം നരകത്തിൽ, ഒരു വിഭാഗം സ്വർഗത്തിൽ പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ ഒരു വിഭാഗം ആരാ? ആ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആരാ? അത് ആരാണെന്ന് ഈ 72 വിഭാഗത്തോട് ചോദിച്ചാലും ഈ 73 വിഭാഗവും പറയും, ഞങ്ങളാ പോകുന്നത്. ആ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ഞങ്ങളാ. എടാ, ഒരു ദിവസം 2 വഖത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പറയുന്ന മുസ്ലിം ലോകത്തുണ്ട്. ഒരു ദിവസം 2 വഖത്ത് പ്രഭാതത്തിലും പ്രദോഷത്തിലും മാത്രമേ നിസ്കാരമുള്ളൂ, 5 വഖത്തൊന്നുമില്ല എന്ന് പറയുന്നവനും പറയുന്നത് ഞങ്ങളാണ് ആ ഒരു വിഭാഗം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാ. എല്ലാവരും പറയുന്നത് ഞങ്ങളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കിയേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ല, നിസ്കാരമില്ല, ദുആ ഇല്ല. ഇപ്പൊ നമ്മൾ ചിന്തിക്കണം, എന്ത് വല്ലാത്ത വളർച്ചയാടോ ബിദ്അത്ത്. ആദർശത്തിന്റെ വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത ഒരു ദുരന്തമാണ് ഈ ഉമ്മത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദർശം എന്ന് പറയുന്നത് ഇന്ന് എല്ലാരും പറയുന്നത് ഞങ്ങളാ ഞങ്ങളാ ഞങ്ങളാ. മരിച്ചു കഴിഞ്ഞാൽ കൊഴിച്ചിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ഓനൊന്നുമില്ല എന്ന് പറയുന്നവനും, അള്ളാഹുവെ മൗലിദുമില്ല, റാത്തീബുമില്ല, കുത്തുബിയത്തുമില്ല, അതൊക്കെ അമ്പലത്തിൽ പോകുന്നതാ നല്ലത്, ആ പള്ളിയിൽ പോകണ്ടെന്ന് പറയുന്നവനും പറയുന്നത് ആ വിഭാഗം ഞങ്ങളാണെന്നാ. ഒരാൾ മദീനത്ത് പോകുമ്പോൾ ഒരാൾ പറഞ്ഞതാണ്, എന്റെ ഓർമ്മ വരുന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ഉംറയ്ക്ക് പോയി കഴിഞ്ഞാൽ മദീനത്ത് പോകാറില്ല, മദീനത്ത് പോയി കഴിഞ്ഞാൽ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ ചോദിച്ചു എന്തേന്ന്.
മദീനത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയില്ല. അത് എന്തുകൊണ്ടാണ് പോകാത്തത് എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയുന്ന അവിടുത്തെ പള്ളിയിലെ ഇമാമ് ഖബറ് പൂജിക്കുന്നവനാ, അവന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ പോകാറില്ല എന്ന്. മഅദല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും വേണ്ടത്, ചെറുപ്പക്കാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദർശം എന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പറയുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഉസ്താദെ ഞാൻ ഇവനെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാ, ഇന്ന് മറന്നുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല കുടുംബത്തിൽ, സുന്നിയായ കുടുംബത്തിൽ ജനിച്ചവനാണ്. പക്ഷേ അവനൊന്ന് സൗദി അറേബ്യയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ, ഒന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കൊന്ന് കടന്നു പോയിട്ടൊന്ന് തിരിച്ചു വന്നപ്പോ, ഇന്നലെ വരെ വാപ്പ ചെയ്തതൊക്കെ തെറ്റായിട്ട് അവന് തോന്നുകയാണ്. അവിടെ 8 റക്അത്തല്ലേ തറാവീഹ്, എന്തിനാ ഇവിടെ 20 റക്അത്ത്? എല്ലാത്തിലും സംശയമാണോ? അവൻ പറയുകയാണ്, പടച്ചവനെ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആ ഇല്ല, സ്വലാത്തില്ല, പടച്ചവനെ യഥാ മൗലിദില്ല, നബിദിനമില്ല, റാത്തീബില്ല, കുതുബിയത്തില്ല. പടച്ചവനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. മഹാന്മാര് മരിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു, പിന്നെ അവരെ കൊണ്ട് കാര്യമൊന്നുമില്ല. പടച്ചവനെ അവൻ എല്ലാ കാര്യങ്ങൾക്കും എതിരാണ്. എന്തിനാ പടച്ചവനെ റജബ് 27 വന്നാൽ, മിഅ്റാജിന്റെ രാവ് വന്നാൽ, ബറാഅത്തിന്റെ രാവ് വന്നാൽ, ആ നോമ്പിന്റെ വിഷയത്തിൽ പോലും അവന് തർക്കമാടോ, സംശയമാടോ? പടച്ചവനെ ഉമ്മ മരിച്ചു കഴിഞ്ഞ 3 ഇല്ല, 7 ഇല്ല, 40 ഇല്ല, ആണ്ടില്ല, പടച്ചവനെ തിരിഞ്ഞു പോലും നോക്കാറില്ല. ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യാറില്ല. ഒരുപാട് സംശയങ്ങളാടോ. ഇതുപോലെ പടച്ചവനെ മക്കള് കാരണം സങ്കടപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഉസ്താദേ, ഇവൻ മാത്രം എന്തേ ഇങ്ങനെയായി പോയത്? ഇവൻ മാത്രം എന്തേ ഇങ്ങനെയായി പോയത്? സങ്കടപ്പെടുന്ന ഉമ്മ, പ്രസവിച്ചു എന്ന് പറഞ്ഞു മക്കളാകൂല ഉമ്മ. എന്റെ വാപ്പയോട് പറയുകയാണ്, നിന്റെ രക്തത്തിൽ പിറന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം മക്കളാകണമെന്നില്ല. അങ്ങനെ ആകുമായിരുന്നെങ്കിൽ മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിച്ചവരാണല്ലോ. തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വാസമില്ലാത്തവനാണ്. പടച്ചവരെ വാപ്പയുടെ ആദർശത്തിൽ വിശ്വാസമില്ലാത്തവനാണ്. അവസാനം തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തില് തന്റെ പൊന്നാര മകനുണ്ടല്ലോ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ, അല്ലാഹുവേ, കനാൻ എന്ന് പറയുന്ന പൊന്നുമോൻ ജലപ്രളയത്തിൽ കിടന്നു മുങ്ങുകയാണ്. തൂഫാൻ എന്ന് പറയുന്ന വെള്ളപ്രളയത്തിൽ കിടന്ന് മുങ്ങുകയാണ്. തന്റെ പൊന്നാര മകൻ മുങ്ങു മരിക്കാൻ പോകുമ്പോ വാപ്പ വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പാട പൊന്നുമോനെ. ഇത് സാധാരണ മഴയോ വെള്ളപ്പൊക്കമോ അല്ല, ഇത് പടച്ച റബ്ബിന്റെ അദാബാ. ഉപ്പയുടെ ആദർശം മുറുകെ പിടിച്ച് വാപ്പാടെ കൂടെ കപ്പലിൽ കേറാൻ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനെ വിളിക്കുമ്പോ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ അവിടെന്ന് പറയുന്നു, വാപ്പാ, ഞാൻ ആദർശത്തിലില്ല. ഞാൻ ആടെങ്കിൽ ആ കാണുന്ന പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ കയറിയിട്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് തന്റെ പൊന്നാര മകൻ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം തന്റെ പൊന്നാര മകന് കണ്ണിന്റെ മുമ്പിൽ കിടന്ന് മുങ്ങിച്ചാകുകയാണ്, വെള്ളത്തിൽ കിടന്ന് മുങ്ങുകയാണ്. ആ സമയത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിളിക്കുന്നു, വനാദാ നൂഹു റബ്ബഹു ഫഖാല റബ്ബി ഇന്നി. അല്ലാഹുവിനോട് ഈ മഹാനായ നൂഹ് നബി ചോദിക്കുകയാണ്, പടച്ച റബ്ബേ, എന്റെ അഹ്ലിനെ, എന്റെ കുടുംബത്തെ നീ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാ. എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ പടച്ചവന്. ഈ മുങ്ങിച്ചാകുന്നത് എന്റെ മോനാണ് പടച്ചവന്, ഈ മുങ്ങിച്ചാകുന്നത് എന്റെ മോനാണ് പടച്ചവന്. മഹാനായ
മഹാനായ നൂഹ് നബിയുടെ രക്തത്തിൽ പിറന്ന മകനാണ് കനാൻ. ആ കനാൻ എന്ന് പറയുന്ന മകന് വെള്ളത്തിൽ കിടന്ന് മുങ്ങിച്ചാകുമ്പോ അല്ലാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം സങ്കടത്തോടെ ചോദിച്ചപ്പോ അല്ലാഹു പറഞ്ഞ മറുപടി അറിയുമോ വാപ്പാ? വിട്ടേക്ക് നൂഹേ, വിട്ടേക്ക് നൂഹേ, വലൈസ മിൻ അഹ്ലി, അവൻ നിന്റെ കുടുംബക്കാരനല്ല, അവൻ നിന്റെ ആദർശത്തിലല്ല, അവൻ നിന്റെ ആദർശത്തിലല്ല. നൂഹേ അവനെ വിട്ടേക്കാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുമ്പോ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ അറിവ് പഠിക്കണം പൊന്നുമോര്. അല്ലാഹുവേ എവിടെ നിന്നാണ്? എടാ ഗൂഗിളിൽ നിന്നല്ല, യൂട്യൂബിൽ നിന്നല്ല, പുസ്തകങ്ങളിൽ നിന്നല്ല, ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തം പറയുന്ന പ്രഭാഷണത്തിൽ നിന്നല്ല. പടച്ചവനെ ഇൽമു പഠിക്കേണ്ടത് ആലിമീങ്ങളുടെ ചാരത്ത് നിന്നാ. ഇൽമു പഠിക്കേണ്ടത് ആദർശം വേറെയായി പോയാ പറഞ്ഞിട്ട് കാര്യമില്ല. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിക്കുന്നു, ഈ മുങ്ങിച്ചാകുന്നത് എന്റെ മോനാ അല്ലാ, എന്റെ അഹില അല്ലാ, നീ അല്ലേ പറഞ്ഞ എന്റെ കുടുംബക്കാരെ മുഴുവനും സംരക്ഷിക്കുമെന്ന്. നൂഹേ അവനെ വിട്ടേക്ക്, അവൻ നിന്റെ ആദർശമല്ല, അവൻ നിന്റെ കുടുംബമല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം, സുന്നികളായിട്ട് വളർത്തണം. ആ 73 വിഭാഗത്തിൽ സ്വർഗത്തിൽ പോകുന്ന ഒരേ ഒരു വിഭാഗം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ, നമ്മളൊക്കെ ആ സുന്നികളാ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും, എന്ത് കളിയാക്കിയാലും, എന്ത് പറഞ്ഞാലും എന്റെ പൊന്നുമക്കളെ പറയേണ്ടവൻ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കൊരു മാറ്റവും ഇല്ല. നമുക്ക് എന്ത് സംഭവിച്ചാലും ആദർശത്തിൽ തല പോകേണ്ട വന്നാലും ആദർശത്തിൽ ഒരിക്കലും വെള്ളം ചേർക്കരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ ചോദിക്കും ഉസ്താദേ ഇതൊക്കെ ശരിയല്ലേ, ഇതൊക്കെ ശരിയല്ലേ? എടാ എല്ലാത്തിനും ഇപ്പൊ പടച്ചവനെ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ഒന്നും കേൾക്കത്തില്ല എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. എടാ പൊന്നാര ചങ്ങാതി, പിന്നെ എന്തിനാടാ പള്ളിക്കാട്ടി പോകുമ്പോ സലാം പറയുന്നേ? എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കുന്നത്, ഇപ്പോഴുള്ള എല്ലാ ചെറുപ്പക്കാർക്കൊണ്ടൊരു ചോദ്യമാ, എടാ പിന്നെ എന്തിനാടാ പള്ളിക്കാട്ടി പോകുമ്പോ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. സലാം പറയുന്നത് എന്തിനാ? അവിടെ ആരെങ്കിലും മടക്കാനുണ്ടെങ്കിലല്ലേ സലാം പറയുന്നേ? ആണോ? അല്ലേ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? എടാ സലാം പറഞ്ഞാൽ മടക്കാൻ ആരെങ്കിലും വേണോ? ഈ പള്ളിക്കാട്ടി പോയിട്ട് എന്തിനാ സലാം പറയുന്നേ? പള്ളിക്കാട്ടി കിടക്കുന്നവർക്ക് കേൾക്കാൻ പറ്റുന്നത് കൊണ്ടല്ലേ സലാം പറയുന്നേ. അപ്പൊ മരിച്ചവര് കേൾക്കൂലേ? നബിതങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ ഹദീസ് ഉണ്ട്. ജനാസ കബറടക്കിയിട്ട് നടന്നു പോകുമ്പോ ആ നടന്നു പോകുന്നവരുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും ഖബറാളി കേൾക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയാ നിങ്ങൾ ഇങ്ങനെ ഈ താടിയും തലപ്പാമ്പുള്ളവന്റെ പുറകെ നടക്കരുത്. എടാ എന്റെ പൊന്നാര മോനെ, അറിവുള്ളവരെടുത്ത് വന്ന് വേണം മസല ചോദിക്കാൻ. എന്ത് സംശയമുണ്ടെങ്കിലും ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, ഞങ്ങൾ 10-12 വർഷം ടച്ചിനിരുന്നിട്ട് കിതാബ് പഠിച്ചിട്ടുണ്ട്. ഈ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഏതെങ്കിലും താടിയുള്ളവന്റെ അടുത്തല്ല ചോദിക്കേണ്ടത്, ആലിമീങ്ങളോട് ചോദിക്കുക. ഈ ആലിമും ജാഹിലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവൻ മലയാള പുസ്തകവും വായിച്ചിട്ട് വല്ലവന്റെ പ്രസംഗവും കേട്ടിട്ട് ഇവ ഇങ്ങനെ ചോദിച്ചിട്ട് നടക്കും. ഇവന് ഖുർആനിലെ ഒരു ആയത്തിന്റെ അർത്ഥം പറയാൻ അറിയാമോ? ഇവൻ ഏതെങ്കിലും ഒരു ഹദീസ് എടുത്തു വെച്ചതിന്റെ അർത്ഥം വായിച്ചു തരാൻ അറിയില്ല. എടാ എപ്പോഴും മസാല ചോദിക്കേണ്ടത് ആരോടാ? സംശയങ്ങൾ ചോദിക്കേണ്ടത് ആലിമിനോടാ. അല്ലാതെ ഉദാഹരണം പറഞ്ഞ നിങ്ങളുടെ പള്ളിയുടെ പ്രസിഡന്റ് അടുക്ക പോയി മസാല ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇവിടുത്തെ പ്രസിഡന്റ് ആരാ? ഇവിടുത്തെ പ്രസിഡന്റ് ആരാ? അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുൽ അതിൽ കഴിച്ചെടുക്കുമാറാകട്ടെ. ഞാൻ അദ്ദേഹത്തെ കൊച്ചാക്കിയതല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രസിഡന്റിനോടാണോ ചോദിക്കേണ്ടത്? ഖത്തീബിനോടാണോ ചോദിക്കേണ്ടത്? 99 പേരെ കൊന്ന ഒരാളുണ്ട്. 99 പേരെ കൊന്നപ്പല ഓന് നന്നാകണമെന്ന് തോന്നി. ഈ 99 പേരെ കൊന്ന ഈ മനുഷ്യൻ ഒരാളെ കണ്ടു. നോക്കുമ്പോ നല്ല താടിയൊക്കെ ഉണ്ട്. ഒരാളെ കണ്ടു, താടിയുള്ള ഒരാളെ കണ്ടപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു, എന്റെ പൊന്നാര ഹബീബെ, ഞാൻ 99 പേരെ കൊന്ന ഒരു മനുഷ്യനാ, അള്ളാഹു എനിക്ക് പുറത്തു തരുവോ? ഈ മനുഷ്യൻ പറഞ്ഞു, നീയോ? 99 പേരെ കൊന്ന നീ നരകത്തിലാടാ. 99 പേരെ കൊന്ന ആളാ നീ നരകത്തിലാ, നീ ഒരിക്കലും രക്ഷപ്പെടൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറഞ്ഞപ്പോ പിന്നെ അയാൾ എന്ത് പറഞ്ഞു? എന്നാ പിന്നെ നീ കൂടെ പോടാന്ന് പറഞ്ഞു. ഓനെയും തട്ടി 100 തികച്ചു. 100 പേരെ കൊന്നിട്ട് നടന്നു പോകുമ്പോഴാ ഒരു ഉസ്താദ് വരുന്നു. ഉസ്താദിനെ കണ്ടപ്പോ ചോദിച്ചു, ഉസ്താദെ, ഞാൻ 99 100 പേരെ കൊന്ന മനുഷ്യനാ ഞാൻ, അള്ളാഹു എനിക്ക് പുറത്തു തരുവോ? ഉസ്താദ് പറഞ്ഞു, മോനെ, അള്ളാഹ് നിനക്ക് പുറത്തു തരും. ഇതാണ് ആലിമ.
ഇതാണ് ആലിമ്. അറിവ് പഠിച്ചവനും അറിവില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഇതാ. ഉസ്താദ് പറഞ്ഞു കൊടുത്തു നീ 100 പേരെ കൊന്നാലും അള്ളാഹ് നിനക്ക് പുറത്തു തരും. ഉസ്താദ് പറഞ്ഞു കൊടുത്തു നീ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ട് കസേര ഒന്ന് മുന്നോട്ട് നീക്കി വെക്കണോ. എല്ലാവരും ഒന്ന് മകന പുറകിലുള്ളവർക്ക് ഇരിക്കാൻ വേണ്ടി. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ചങ്ങായി ഗേറ്റ് ഇട്ടേക്കോ ഇല്ലയപ്പ, ഒന്ന് ഫ്രണ്ടിലോട്ട് കയറി ഇരിക്കണോ. ഇൻഷാ അല്ലാഹ് ഒന്ന് നിങ്ങൾ എല്ലാവരും ഈ സെന്ററിലെ വഴി അങ്ങ് അടച്ചേ. ഒന്ന് എല്ലാവരും ഒന്ന് സഹായിച്ചാൽ അൽഹംദുലില്ലാഹ്. ഒന്ന് കയറിയിരുന്നു, എല്ലാവരും ഒന്ന് കയറിയിരുന്നേപ്പോ. ഇൻഷാ അല്ലാഹ് ഈ കയറി കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഒന്ന് കയറി. ലത്തീഫൊക്കെ എന്താ ഉണ്ടായിരിക്കണേ കയറി. ഇൻഷാ അല്ലാഹ് ഒന്ന് അല്പം കയറിയിരുന്നേപ്പോ. എല്ലാവരും ഒന്ന് കയറിയിരുന്നു അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒന്ന് കയറിയിരുന്ന എല്ലാവരും. സഫീർ എന്താ പുറകെ കേൾക്കണില്ല. എല്ലാവരും ഒന്ന് കയറിയിരുന്ന അൽഹംദുലില്ലാഹ്. കൊറോണ ഒന്നും ഇല്ലടോ, എനിക്ക് കൊറോണ ഒന്നുമില്ല. ഈ ഇന്നലെ മഞ്ഞ് കൊണ്ടതിന്റെ ചെറിയൊരു പ്രയാസമുള്ളൂ. ഒന്ന് കയറിയിരിക്കുക അൽഹംദുലില്ലാഹ്. നമ്മളൊക്കെ ഒത്തൊരുമയായിരിക്കേണ്ടവരല്ലേ. അൽഹംദുലില്ലാഹ് സമസ്തയുടെ 100ാമത് വാർഷികം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് മഹാനായ ജിഫ്രി തങ്ങൾ അവിടെ നിന്ന് പ്രഖ്യാപിച്ച് നമ്മളൊക്കെ ഒന്നാകണമെന്ന്. അൽഹംദുലില്ലാഹ് അല്ലാഹു സുന്നികൾക്ക് ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാമീൻ പറ അല്ലാഹു ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുമല്ലെങ്കിൽ നമ്മളൊക്കെ സുന്നികളല്ലേ ചങ്ങാതിമാരെ, നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരല്ലേ. ആദർശപരമായി നമുക്കൊരു വ്യത്യാസം ഇല്ലല്ലോ. എല്ലാവരും അൽഹംദുലില്ലാഹ് നല്ലതല്ലേ. അപ്പൊ നമ്മളൊക്കെ ഒറ്റക്കെട്ടായിരിക്കേണ്ടവർ എല്ലാവരും അടുത്തിരിക്കുക അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ മനസ്സുകൾ അടുപ്പിച്ചു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 100 കൊല ചെയ്ത മനുഷ്യനോട് ആ അറിവ് പഠിച്ച ആലിമ് പറഞ്ഞു കൊടുത്തു അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കണം. ഈ നാട്ടിൽ നിങ്ങൾ ഇനി താമസിക്കണ്ട. അപ്പുറത്ത് കുറച്ചു നല്ല ആൾക്കാർ താമസിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ മഹാനായ ആ മനുഷ്യരോട് ആ മഹാൻ പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ ചെറുപ്പക്കാര് വല്ലാതെ പേടിക്കണം മക്കള്. ചിലരുടെയൊക്കെ പ്രഭാഷണം കേട്ടുകഴിഞ്ഞാൽ, ചിലരൊക്കെ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോ പറയുന്നത് നല്ലതാണെന്ന് തോന്നുകയാ. പെട്ടെന്ന് ചിലരുടെ പ്രഭാഷണമൊക്കെ കേട്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്വാധീനിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഉസ്താദെ ഈ പറയുന്നവരുടെ കൂടെ നടക്കുന്നതിൽ ആലിമീങ്ങളുണ്ട്, തങ്ങന്മാരുണ്ടെന്ന്. എടാ പൊന്നാര ചങ്ങാതിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തങ്ങളും ആലിമൊക്കെ ഉണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാരും ചോദിക്കുന്ന ഉസ്താദെ അവിടെയും തങ്ങന്മാരില്ലേ, അവിടെയും ആലിമീങ്ങളില്ലേ, അവിടെയും ഹാജിയാക്കന്മാരില്ലേ എന്ന് പറയുന്നവരുണ്ട്. എടാ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആലിമാണെന്ന് മഹാനായി നബിയിന റസൂലുള്ളാഹി. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാ? നിങ്ങൾ പറ ആരാ? കേട്ടില്ല, ഉറക്കം പറ. ഉസ്താദന്മാര് പറ. ഒരു പറയാനുള്ള അസൂയുണ്ടോ? ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാ? ഉറക്കം പറ. ഉസ്താദന്മാര് ഉറക്കം പറയടോ. ഏറ്റവും നല്ല മനുഷ്യനാരാ? ഉസ്താദന്മാര്. അള്ളാഹു ഞങ്ങളെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തുമാറാകട്ടെ. ഏറ്റവും തലതിരിഞ്ഞവനാരാ? ഏറ്റവും തലതിരിഞ്ഞതാരാ? അത് ഉസ്താദ് തന്നെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ അത് മനസ്സിലാക്കേണ്ടത്. നീ വിചാരിക്കും ഒരു പച്ച ഷാളിട്ട് കഴിഞ്ഞാൽ തങ്ങളാവോ? മനസ്സിലാക്കേണ്ടത് എവിടെയാ? തഴമ്പുണ്ടെന്നോ താടിയുണ്ടെന്നോ പറഞ്ഞിട്ടൊന്നുമില്ല. ഏറ്റവും നല്ലവനും ആലിമ, ഏറ്റവും തലതിരിഞ്ഞവനും ആലിമ. അതുകൊണ്ടാ പേടിക്കേണ്ടത്. കട ഉദ്ഘാടനം ചെയ്യാൻ ആരെ വിളിക്കും? ഉസ്താദിനെ വിളിക്കും. വീട് പാലുകാച്ചാൻ ആരെ വിളിക്കും? ഉസ്താദിനെ വിളിക്കും. എന്ത് കാര്യം ഉദ്ഘാടനം ചെയ്യാനും കുറ്റിയടിക്കാനും എല്ലാ ഉസ്താദന്മാരെയല്ലേ വിളിക്കുന്നത്? അങ്ങനല്ലേ വിളിക്കണേ? ആണോ അല്ലേ? നരകത്തെ കത്തിക്കാൻ വേണ്ടി അള്ളാഹു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എടുത്തു വെക്കുന്ന വ്യക്തികളിൽ ആദ്യത്തെ വ്യക്തി അതും ഉസ്താദ് തന്നെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നരകം കത്തിക്കാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്ന ആരുടെ ശരീരം വെച്ചിട്ടാ? അതും ആലിമാടോ. അതുകൊണ്ട് താടിയും തഴമ്പും കണ്ട് വീണു പോകണ്ട. അതുകൊണ്ട് പെത്തി കൊണ്ടിട്ട് പായി കൊണ്ടിട്ട് 4 ഒരേ വരച്ച തഴമ്പൊക്കെ വരും. അതിലൊന്നും കാര്യമില്ല. അതൊന്നും നോക്കിയിട്ട് വീഴണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ പറയുകയാ ആദർശമാണ് വേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അത് കഴിഞ്ഞ ഖുലഫാഉർ റാഷിദീന സ്വഹാബത്ത്, പടച്ചവനെ സ്വഹാബത്ത് കഴിഞ്ഞു, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, പടച്ചവനെ പാരമ്പര്യമായി
ഇങ്ങനെ കടന്നു വരികയാണ്. 4 മദ്ഹബുകളുണ്ട്. ആ മദ്ഹബുകളിൽ ഏതെങ്കിലും ഒരു മദ്ഹബിനെ നീ അംഗീകരിക്കണം ചെറുപ്പക്കാരാ. അല്ലാതെ കൊരങ്ങൻ ചാടുന്നത് പോലെ 4ലും ചാടിയിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ ചെറുപ്പക്കാരാ. നിന്നെ ഉപദേശിക്കാൻ വരുന്നവനോട് നീ ചോദിക്കണം. ചിലരൊക്കെ നിന്നെ പഠിപ്പിക്കാൻ വരുമല്ലോ. ആ പഠിപ്പിക്കാൻ വരുന്നവനോട് ഒരേ ഒരു ചോദ്യം ചോദിച്ചാ മതി. നിന്നെ ഉപദേശിക്കാൻ വരുന്നവനോട് നീ ആദ്യം ചോദിക്കണം, നീ ഹനഫിയാണോ, നീ ഷാഫിയാണോ, നീ ഹംബലിയാണോ, നീ മാലിക്കിയാണോ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണെന്ന് നീ സമ്മതിക്ക്. പിന്നെ നീ എന്നെ ഉപദേശിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ 4 മദ്ഹബ് അംഗീകരിക്കണമല്ലോ. ഈ 4 മദ്ഹബിൽ നീ ഏത് മദ്ഹബിനെയാണ് ആദ്യം നീ അംഗീകരിക്കുന്നത്? ഏത് മദ്ഹബാ ആദ്യം അത് ചോദിച്ചാൽ മതി. 8 ആണോ 10 ആണോ പിന്നെ നമുക്ക് നോക്കാം. കേൾക്കുവോ കേൾക്കില്ലേ നമുക്ക് പിന്നെ നോക്കാം. ഓതണോ ഓതണ്ടേ അത് പിന്നെ നമുക്ക് നോക്കാം. നീ ഈ 4 മദ്ഹബിൽ ഏത് മദ്ഹബിനെയാണ് നീ ആദ്യം അംഗീകരിക്കുന്നത്? ഇത് ചോദിച്ചാൽ മതി. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ മിണ്ടൂല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ അവന്റെ നമ്മൾ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ പരിഹസിക്കുവാനോ ഒന്നും വേണ്ടതോ. നമ്മുടെ സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാ. അള്ളാഹു നമ്മുടെ സമയം, അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങൾ ചോദിക്കൂ, ഞാൻ പറയുന്നത് ഒരിക്കലും ഇങ്ങനെയൊക്കെ പറയുന്നവരോട് സംസാരിക്കാൻ പോലും നമ്മൾ തയ്യാറാകരുത്. അവരവരെ വഴിക്ക് വിട്ടേക്കട ലക്കും ദീനക്കും വലിയ അവർക്ക് അവരവരുടെ മതം വിട്ടേരെ. നീ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ചതയാൻ പോകുന്നേ? മൈക്ക് കിട്ടിയിട്ട് പ്രസംഗിക്കുന്ന എന്തിനാ? നമ്മൾ ആരുടെ കാര്യം നോക്കണം? നമ്മൾ നമ്മുടെ കാര്യം നോക്ക്. എല്ലാരും ഇങ്ങനെ നമ്മൾ നമ്മുടെ വിഷയങ്ങൾ നോക്കി നിൽക്കുക. നമുക്ക് മറ്റുള്ളവന്റെ അടുക്ക സംസാരിക്കാൻ സമയമില്ല. എന്തിനാ വെറുതെ സംസാരിച്ച് സമയം കളയുന്നേ? അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു കഥ പറഞ്ഞു തരട്ടെ. ആദർശത്തിന്റെ വിഷയമായതുകൊണ്ടാണോ? ഒരു കഥ പറഞ്ഞു തരട്ടെ. എന്താ കഥയെന്നറിയോ? കഴുതയും കടുവയും തമ്മിൽ ഒരു വിഷയത്തിൽ വല്ലാത്ത തർക്കം. കഴുതയും കടുവയും തമ്മിൽ വല്ലാത്ത ഒരു തർക്കം. എന്താ തർക്കം? എന്താ? ഈ പുല്ലിന്റെ നിറം എന്താ? എടോ, പുല്ലിന്റെ നിറം എന്താ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? സ്വർണത്തിന്റെ വില എന്താന്നല്ല ചോദിച്ചേ. പുല്ലിന്റെ നിറം എന്താ? പച്ച. കഴുത പറയുന്നു പച്ചയല്ല മഞ്ഞയാണെന്ന്. കടുവ പറഞ്ഞു, എടാ പുല്ലിന്റെ നിറം പച്ചയാ. കഴുത പറയുന്നു പുല്ലിന്റെ നിറം പച്ചയല്ല മഞ്ഞയാണെന്ന്. ഈ കഴുതയോട് എത്ര പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ലടോ. ഈ കഴുതയോട് ബഹുമാനായ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അഹ്ലു ബൈത്തിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അല്ലാഹു ബഹുമാനിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് വായി തോന്നുന്നതൊക്കെ എഴുതി വിടുന്ന മക്കളൊക്കെ സൂക്ഷിക്കണം കേട്ടാ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. വെള്ളം കണ്ടാ തയമം മുറിയുമെന്ന ദുആ ചെയ്യാനുള്ള തങ്ങൾ വന്നു. വെള്ളം കണ്ടാ തയമം മുറിയില്ല. ഇൻഷാ അല്ലാഹ്. എന്തായാലും കുറച്ചു നേരം തങ്ങൾ ഇരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴുത പറയുന്നു പുല്ലിന്റെ നിറം മഞ്ഞയാണെന്ന്. കടുവ പറഞ്ഞു പച്ച. എത്ര പറഞ്ഞിട്ട് ഈ കഴുത കേൾക്കണില്ല. അവസാനം കടുവയ്ക്ക് ദേഷ്യം വന്നു. കഴുതയ്ക്ക് കൊടുത്തു 3-4 പടലിക്ക്. കഴുതയെ കടുവ തല്ലി. അവസാനം കഴുത കരഞ്ഞുകൊണ്ട് സിംഹരാജാവിന്റെ മുമ്പിലേക്ക് ചെന്നു. കാട്ടിലെ രാജാവാണ് സിംഹം. സിംഹത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, കഴുത കരഞ്ഞോണ്ട് പറഞ്ഞു, ഈ കടുവ എന്നെ തല്ലിയെന്ന്. അപ്പൊ ചോദിച്ചു, എന്താ വിഷയമെന്ന്. അപ്പൊ കടുവ പറഞ്ഞു, എന്റെ പൊന്നാര രാജാവേ, പുല്ലിന്റെ നിറം പച്ചയല്ലേ, ഈ കഴുത പറയാ മഞ്ഞയാണെന്ന്. ഇവനെ എത്ര പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ല. ഞാൻ അതുകൊണ്ടാ തല്ലിയെ. അങ്ങനെ രണ്ടുപേരും പറയാനുള്ള കാര്യമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രാജാവിന്റെ വിധി വന്നു. കടുവയ്ക്ക് 10 തല്ല് കൊടുക്കാൻ. അപ്പൊ കടുവ രാജാവിനോട് ചോദിച്ചു, പുല്ലിന്റെ നിറം പച്ചയല്ലേ, ഇവനെയല്ലേ തല്ലണ്ടേ, എന്നെ എന്തിനാ തല്ലണേന്ന്. കടുവ ചോദിച്ചു രാജാവിനോട്, കഴുതയെ തല്ലണ്ടതിന് പകരം എന്നെ എന്തിനാ തല്ലുന്നേ? ആ സമയത്ത് സിംഹരാജാവ് പറഞ്ഞു, ലോകത്തുള്ള എല്ലാവർക്കും അറിയാം പുല്ലിന്റെ നിറം പച്ചയാണെന്ന്. ഈ കഴുത മഞ്ഞയാന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ ഇവന്റെ അടുത്ത് സംസാരിച്ചേ? നീ എന്തിനാ ഇവന്റെ അടുക്ക സംസാരിക്കാൻ പോയേ?
നിന്റെ വിലപ്പെട്ട സമയം നീ എന്തിനാ പാഴാക്കിയ? അതുകൊണ്ടാണ് നിനക്ക് 10 തല്ല്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തിരിയേണ്ടവൻ ഇതിനകത്ത് പലതും തിരിയും, മനസ്സിലാക്കേണ്ടവന് പലതും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പാരമ്പര്യമായി കൈമാറി വന്ന അമാനത്ത് എന്ന് പറയുന്ന ആദർശമുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്ക്, പഠിപ്പിച്ചു കൊടുക്ക്. ഇല്ലെങ്കിൽ തലതിരിഞ്ഞു പോകും സഹോദര. അവസാനം പടച്ചവനെ നിനക്കൊരു ദുആ ഇല്ല, ഒന്നുമില്ല. പള്ളിക്കാട്ടിലെ പറമ്പിനകത്ത് കൊണ്ടുപോയി നിന്നെ കുടിച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത മക്കളാവുകയോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഒന്ന് ദീനായിരുന്നു, അവിടെ ആദർശമായിരുന്നു. അവിടെ തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പഠിച്ചവനെ വിശദീകരിക്കുന്നില്ല. രണ്ടാമത് പഠിക്കേണ്ട പാഠമെന്താ? ഒരു വാപ്പ പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം എന്തെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 11ാമത്തെ മകനാണ് യൂസുഫ്. പഠിച്ചവനെ ആദ്യത്തെ വിവാഹത്തിൽ 10 മക്കളുണ്ട്. രണ്ടാമത്തെ ഭാര്യയിലാണ് പഠിച്ചവനെ യൂസുഫ് നബി ഉള്ളത്. ആ 11ാമത്തെ മകനുണ്ടല്ലോ, ചെറിയ പയ്യനാണ്, ചെറിയ പയ്യനാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് നേരം വെളുത്ത് കഴിഞ്ഞപ്പോ വാപ്പാടെ ചാരത്ത് കടന്നു പോവുകയാ, വാപ്പാടെ ചാരത്ത് കടന്നു പോവുകയാ. എന്നിട്ട് യൂസുഫ് എന്ന് പറയുന്ന മകന് വാപ്പയോട് പറയുകയാ, ഇത് ഖാല യൂസുഫ് ലി അബീഹി യാ അബത്തി ഇന്നി رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. ആ 11ാമത്തെ മകൻ ഒരു ദിവസം നേരം വെളുത്തപ്പോ വാപ്പാടെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, വാപ്പാ എനിക്കൊരു കഥ പറയാനുണ്ട് വാപ്പാ, എനിക്ക് എന്റെ ഉപ്പയോടൊരു കാര്യം പറയണം. യാക്കൂബ് എന്ന് പറയുന്ന തിരക്കുള്ള പാപ്പയുണ്ടല്ലോ, പൊന്നാര മകനോട് ചോദിക്കുന്നു, എന്തേ മോനെ പറയാനുള്ളത്? ഉപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. എന്റെ പ്രിയപ്പെട്ടവര്, മക്കളെ കെയർ ചെയ്യാൻ പഠിക്കണം വാപ്പമാര്. യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകനാണ്, ഒരു ഉമ്മത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ട പ്രവാചകനാണ്. മുകളിൽ 10 മക്കളുണ്ട്. ഒരുപാട് തിരക്കുകൾ പിടിച്ച യാക്കൂബ് എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, തന്റെ മകന് രാത്രിയിൽ കണ്ട ഒരു സ്വപ്നമാണ് വാപ്പയോട് പറയുന്നത്. വാപ്പയ്ക്കത് കേൾക്കാൻ സമയമുണ്ടായിരുന്നോ? അത് കേൾക്കാൻ സമയമുണ്ടായിരുന്നോ? തന്റെ പൊന്നാര മകനെ പിടിച്ചടുത്തിരുത്തിയിട്ട് യാക്കൂബ് നബി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, മോൻ കണ്ട സ്വപ്നം എന്താ? വാപ്പാ, സൂര്യനും ചന്ദ്രനുമല്ല, എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോ യാക്കൂബ് നബി ഇരുന്ന് ചിരിക്കുകയോ. അത് കേൾക്കാൻ വന്നിരിക്കുന്ന മക്കളുള്ള വാപ്പമാരേ, മക്കളോട് സ്നേഹമുണ്ടാകണം ബാപ്പാ, മക്കളോട് സ്നേഹമുണ്ടാകണം ബാപ്പാ. മക്കൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം ബാപ്പാ. ഇന്ന് ജീവിക്കുന്ന ഉപ്പമാർക്ക് തിരക്കാടോ. മക്കളുടെ ഏറ്റവും വലിയ പരാതി തിന്നാൻ കിട്ടുന്നല്ല, അവർക്ക് ധരിക്കാനില്ലെന്നല്ല. എന്റെ വാപ്പ എന്നോട് സംസാരിക്കാറില്ല, എന്റെ വാപ്പ എന്നോട് സംസാരിക്കാറില്ല. സ്വന്തം മക്കളെ കാണുമ്പോ ഹിറ്റ്ലറിനെ പോലെ പെരുമാറുന്ന വാപ്പമാരുണ്ടോ. ആൺകുട്ടികളോട് സംസാരിക്കാറില്ല, സംസാരിക്കണം ബാപ്പാ. മക്കള് വഴിപിഴച്ചു പോകാനുള്ള കാരണം നീയാ ബാപ്പാ. മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്റെ മക്കള് പോയി പെടാനുള്ള കാരണം അതാണ്. നിനക്ക് സമയമില്ല മക്കള് പറയുന്നത് കേൾക്കാൻ, മക്കളുടെ പ്രയാസം എന്താണെന്ന് കേൾക്കാൻ. പ്രായപൂർത്തിയായ മകന്റെ തോളിൽ ഒന്ന് കൈയിട്ടിട്ട്, നിന്നെക്കാലും വളർന്നില്ലേ ബാപ്പാ, നിന്നെക്കാലും വളർന്നില്ലേ ബാപ്പാ,
അവന്റെ ചുമലിലൊന്ന് കൈയിട്ടിട്ട് എന്തേടാ മോനെ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചാൽ എന്റെ മോന്റെ പ്രശ്നം എന്താണ്, എന്റെ മോന്റെ സങ്കടം എന്താണ്, ഒരു വാക്കു മതിയടോ, ഒരു ചോദ്യം മതിയടോ, അവന്റെ മനസ്സൊന്ന് തണുക്കാറ്. അല്ലാഹുവേ ഇന്ന് സ്നേഹിക്കാൻ സമയമില്ല, എല്ലാവരും ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള പരക്കം പാച്ചലിലാണ്. ഉപ്പയ്ക്ക് തന്നെ മക്കളോട് സംസാരിക്കാൻ സമയമില്ല, അവനെ കണ്ടാ ചിരിക്കൂല, അവനോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാറില്ല, സുഖവിവരങ്ങൾ അന്വേഷിക്കാനില്ല, അവന്റെ സങ്കടങ്ങൾ കേൾക്കാൻ സമയമില്ല. 12 മക്കളുടെ വാപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രവാചകനായിരുന്നു. എന്നിട്ടും തന്റെ മകൻ പറയുന്നത് രാത്രിയിൽ കണ്ട ഒരു സ്വപ്നമാണ്, ആ സ്വപ്നത്തെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ ചേർത്ത് പിടിക്കണേ വാപ്പമാരെ, മക്കളുടെ സങ്കടങ്ങൾ അറിയണേ വാപ്പമാരെ. യാക്കൂബ് നബി അലൈഹിസ്സലാം അങ്ങനെയായിരുന്നു, മക്കളുമായിട്ട് വല്ലാത്ത ബന്ധമായിരുന്നു. തന്റെ പൊന്നാര മകൻ വന്നിട്ട് വാപ്പയോട് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞുകൊടുത്ത മറുപടി എന്താ, പറഞ്ഞുകൊടുത്ത മറുപടി എന്താ? പഠിക്കണേ വാപ്പാ, പഠിക്കണേ പെങ്ങള്, സ്റ്റാറ്റസിന്റെ കാലമാണല്ലോ, നാട്ടുകാരെ മുഴുവനും അറിയിക്കുന്ന കാലമാണല്ലോ. പഠിച്ചവനെ എനിക്ക് മംഗലാപുരത്ത് ഷോപ്പുണ്ട്, ബാംഗ്ലൂരിൽ ഷോപ്പുണ്ട്, ദുബൈയിൽ ഷോപ്പുണ്ട്, ഓരോ മാസവും ലക്ഷക്കണക്കിന് വരുമാനമുണ്ട്. നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്ന വാപ്പാ. യാക്കൂബ് നബിയുടെ പൊന്നാര മകനായ യൂസുഫ് പാതിരാത്രിയിൽ കണ്ട ഒരു സ്വപ്നം പറഞ്ഞപ്പോ വാപ്പയ്ക്ക് മനസ്സിലായി തന്റെ മകൻ സാധാരണ ഒരു മകനല്ലെന്ന്. യാക്കൂബ് നബി കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഖാലയാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് പറഞ്ഞു കൊടുത്ത കാര്യം അറിയണം സഹോദരാ. എന്തിനാണോ എല്ലാവരോടും പറയുന്നത്? എന്തിനാണ് നിനക്ക് അല്ലാഹു തന്ന നിഅമത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എന്തിനാണ്? യാക്കൂബ് നബി തന്റെ മകനോട് പറയുകയാണ്, നാട്ടുകാരോട് പറയരുത്, കുടുംബക്കാരോട് പറയരുത്, കൂട്ടുകാരോട് പറയരുത്, അയൽവാസികളോട് പറയരുത് എന്നല്ല പറഞ്ഞത്, എന്നല്ല പറഞ്ഞത്. യാക്കൂബ് നബി പറഞ്ഞു, മോനെ നീ നിന്റെ ഇക്കാമാരോട് പറയല്ലേ, നീ നിന്റെ കൂടപ്പിറപ്പിനോട് പോലും പറയല്ലേ. പഠിച്ചവനെ യാക്കൂബ് നബി പറഞ്ഞു കൊടുത്ത കാര്യമാണ്, കൂടപ്പിറപ്പിനോട് പോലും പറയാൻ പാടില്ല, നീ നിന്റെ കൂടപ്പിറപ്പിനോട് പോലും പറയാൻ പാടില്ല. ഏ സഹോദരാ, നീ നന്നാകുന്നത് നിന്റെ കൂടപ്പിറപ്പിന് ഇഷ്ടമല്ലടാ. നീ തകരാറ്, നീ കൊത്തുവാളയെടുക്കാൻ, നീ തീഗാനയിലാകാൻ പടച്ചവനെ സിഹ്ർ ചെയ്തത് കൂടപ്പിറപ്പാടോ? അല്ലാഹുവേ, ഞാൻ ഏർവാടിയിൽ പോയപ്പോ ഒരു സഹോദരൻ ഓടി വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദ് 8 കൊല്ലമായി ഉസ്താദ്, എല്ലാം പോയി ഉസ്താദ്, വല്ലാത്ത സങ്കടത്തിലാണ്. ഞാൻ അവിടെ നിന്ന് സമാധാനിപ്പിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞത്, എന്റെ ഏറ്റവും വലിയ സങ്കടം 8 കൊല്ലമായി നരകിക്കുന്നതിലല്ല, ഇത് ചെയ്തതാരാണെന്നറിഞ്ഞപ്പോഴാണ്, ഇത് ചെയ്തതാരാണെന്നറിഞ്ഞപ്പോഴാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. എന്റെ സഹോദരനാ ഉസ്താദ് ഇത് ചെയ്തത്. സങ്കടത്തോടെ പറയുമ്പോ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. യൂസുഫ് എന്ന് പറയുന്ന മകനോട് വാപ്പ പറഞ്ഞു കൊടുത്തത് നാട്ടുകാരോട് പറയരുതെന്നല്ല, നിന്റെ ഇക്കാമാരോട് പോലും നീ ഇത് പറയണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളാണെങ്കിൽ നിനക്ക് എവിടെയൊക്കെ ബിസിനസ് ഉണ്ട്, എവിടെ നിന്ന് എത്രയൊക്കെ കിട്ടാനുണ്ട്, ഇനി ചോദിക്കാനൊന്നുമില്ല. പത്രത്തിൽ കൊടുത്തതുപോലെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഈ റോഡിലൊക്കെ പണിക്ക് വന്ന എല്ലാം അറിയാം.
നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. പ്രത്യേകിച്ച് മക്കൾ, കൂടപ്പിറപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവ് കാണിക്കാൻ പാടില്ല. കാരണം എപ്പോഴാണ് ഇബ്ലീസ് കയറണമെന്നറിയില്ല, അവന് നല്ലതുണ്ടാകുമ്പോ പടച്ചവന് നമുക്ക് സഹിക്കൂല. ഒരാളോട് മാത്രം, ഒരു മകനോട് മാത്രം സ്നേഹം, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര, പടച്ചവനെ, ഇന്നെല്ലാവരും വേർതിരിവിന്റെ കാലമാടോ. ഒരാളോട് വല്ലാത്ത സ്നേഹമാണ്, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നവരുണ്ട്. അവനോട് മാത്രം സ്നേഹമാണ്. ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾക്ക് സ്നേഹം ഇളയ മകനോടാ. ഏറ്റവും കൂടുതൽ വീട്ടില് സ്നേഹത്തിന്റെ വിഷയത്തിൽ പോലും വേർതിരിവ ഏറ്റവും ചെറിയ മകനോടായിരിക്കും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ വീട്ടിൽ എന്റെ ഉമ്മായിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണ്. കാരണം ഞാൻ ഏറ്റവും ചെറിയ ആളായതുകൊണ്ട്. ഇവിടെ എന്ന് സത്യത്തിൽ സ്നേഹിക്കേണ്ടത് ഇളയ ആളെയല്ല, ഏറ്റവും ഒന്നാമത്തെ മകനെയാണ്, ഏറ്റവും മൂത്ത മകനെ. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, മാതാപിതാക്കൾക്ക് അവരോടൊരു സ്നേഹക്കുറവാ, വളർന്നുകൊണ്ടതാണെന്നറിയില്ല. എടോ, മനസ്സിലാക്കേണ്ടത് എന്താ, ഏറ്റവും കൂടുതൽ സത്യത്തിൽ സ്നേഹിക്കേണ്ടത് ഒന്നാമത്തെ കുട്ടിയാ. കാരണം നിങ്ങൾ ചിന്തിച്ച്, നിങ്ങൾ കല്യാണം കഴിഞ്ഞു, മക്കളില്ല, ദുആ ചെയ്തിട്ട് ആദ്യമായിട്ട് കിട്ടിയ കൺമണി ഒന്നാലോചിച്ച് നോക്കി. ആദ്യമായിട്ട് അല്ലാഹു തന്ന പൊന്നുമോൻ അല്ലെങ്കിൽ പൊന്നുമോൾ, നമ്മൾ ഇത്തിരി അമിത സ്നേഹം കൊടുത്ത് അവരെ വളർത്തി. ആദ്യമായിട്ട് കിട്ടിയതായതുകൊണ്ട് അതിനോട് വല്ലാത്ത സ്നേഹമാണ്. ആ അമിത സ്നേഹം കൊടുത്ത് വളർത്തിയിട്ട് രണ്ടാമതൊന്ന് വന്നപ്പോ അത് കുറഞ്ഞു പോകുമ്പോ ആ മക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാഞ്ഞിട്ടാ. മക്കളെ എത്രത്തോളം അത് അവരുടെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്കിടയിൽ സ്നേഹത്തിന്റെ വിഷയത്തിലും ഒരു വിഷയത്തിലും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൻ നബവിയിലെ സഹാബത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഒരു മകൻ ഓടി വരികയാണ്, ഒരു ചെറിയ കുഞ്ഞോടി വരികയാണ്. പാട ചാരത്തേക്ക് ഓടി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മകനാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകനൊരു ചുംബനം കൊടുത്തിട്ട് ആ വാപ്പ പിടിച്ചു മടിയിലിരുത്തുകയാണ്. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. ആ കുഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ അതേ മനുഷ്യന്റെ മകൾ ഓടി വരികയാണ്, ഒരു പെൺകുട്ടി ഓടി വരികയാണ്. ആ പൊന്നുപോള് വാപ്പയുടെ ചാരത്ത് വന്നപ്പോ അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മോളാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകൾക്കൊരു ചുംബനം കൊടുത്തു. ആ കുഞ്ഞിനെ പിടിച്ച് താഴെ ഇരുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ കാഴ്ച കണ്ടപ്പോ അവിടെ പറഞ്ഞു, നീ നീതി കാണിച്ചില്ല. യാ റസൂലല്ലാഹ്, എന്താ നീതിയാ നബിയേ, എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിന്റെ മോനെ മടിയിലിരുത്തി, നിന്റെ മോളെ താഴെ ഇരുത്തി. ഇത് നീതിയല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ പഠിച്ചവനെ ചിന്തിക്കേണ്ടത് അവിടെയാണ്. മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവ് കാണിക്കരുത്. അത് വല്ലാത്ത വൈരാഗ്യമുണ്ടാക്കുമടോ, വലിയ നാശങ്ങളിലേക്ക് എത്തിക്കുമടോ. വാപ്പമാരെ, ഒരാളോട് മാത്രം വല്ലാത്ത സ്നേഹമാണ്. കുടുംബ സ്വത്ത് വിഹിതം വെക്കുമ്പോ അവനിത്തിരി ജാഗ കൂടുതൽ കൊടുക്കുകയാണ്. അവൻ പാവപ്പെട്ടവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് മാത്രം കൂടുതൽ കൊടുക്കുന്ന മാതാപിതാക്കള്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നുഅ്മാൻ ഇബ്നു ബസീർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരികയാണ്. ബസീർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നബിയേ, നുഅ്മാൻ എന്ന് പറയുന്ന എന്റെ പൊന്നുമകനുണ്ടല്ലോ, അവൻ ഇൽമു പഠിക്കുന്നവനാ. നുഅ്മാൻ മുതഅല്ലിമാ, എപ്പോഴും ഇൽമു പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരനാണ് നുഅ്മാൻ. യാ റസൂലല്ലാഹ്, അവൻ ഇൽമു പഠിക്കുന്ന മകനല്ലേ നബിയേ, അതുകൊണ്ട് എന്റെ ജാഗ ഞാൻ അവന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നബിയേ, അവൻ എഴുതി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ബസീർ എന്ന് പറയുന്ന പിതാവ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ? ഏ ബസീറേ,
പ്രായമാകുമ്പോ മാത്രം മതിയോ ബസീറേ, നീ മരിക്കുമ്പോ മയ്യത്ത് കുളിപ്പിക്കാറ്, നിന്റെ മയ്യത്ത് ചുമക്കാറ് മാത്രം വന്നാ മതിയോ ബസീറേ? അത് ശരിയല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, വാപ്പാ, ഇന്നത്തെ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ഒരു ദുസ്വഭാവം എന്തെന്നറിയോ? ഇവന്മാര് തമ്മിൽ കിടന്ന് തമ്മിലടിക്കുകയാണ്. ഒരു ഉമ്മാടെ വയറ്റിൽ കിടന്ന മക്കള് പരസ്പരം തമ്മിൽ തല്ലുകയാണ്. എന്തേ അതിന്റെ കാരണമെന്നറിയോ? മക്കൾക്ക് പരസ്പരം വൈരാഗ്യമുണ്ടാകാനുള്ള കാരണമെന്തെന്നറിയോ? ഉമ്മ മകനോട് പറയുകയാ, അവനെ കണ്ടുപഠിക്കടാ. വാപ്പ പറയുകയാണ്, ജ്യേഷ്ഠനോട് പറയുന്നു അനുജനെ കണ്ടുപഠിക്കാറ്, അനുജനോട് പറയുന്നു ഇക്കാനെ കണ്ടുപഠിക്കണോ. അവൻ നല്ലതുപോലെ പഠിച്ചു, നല്ല ജോലിയായി, നല്ല സാലറിയായി. നീ ഇങ്ങനെ മന്ദബുദ്ധിയെ പോലെ നടക്കുകയാ. എപ്പോ നോക്കിയാലും വാപ്പ പറയുന്നത് അവനെ കണ്ടുപഠിക്ക്, അവളെ കണ്ടുപഠിക്ക്, അയൽവാസിയുടെ മകളെ കണ്ടുപഠിക്ക്. ഇതാണോ കൊലപാതകം വരെ എത്തിക്കുന്നത്? ഇതാണോ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്? ഒരിക്കലും മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ പരസ്പരം അങ്ങനെ പറയാൻ പാടില്ല. പടച്ചവനെ നൂഹ് നബിയായ യാക്കൂബ് നബി അലൈഹിസ്സലാം പടച്ചവനെ അതുകൊണ്ടാണ് പറഞ്ഞത്, നീ അവരോട് പോയിട്ട് ഇത് പറയണ്ട, നീ അവരോട് പോയിട്ട് ഇത് പറയണ്ട. കാരണം പടച്ചവനെ അവർക്ക് നിന്നോട് ദേഷ്യമുണ്ടാകാൻ അത് കാരണമാവുകയാ. ഇത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് യാക്കൂബ് നബി മക്കളെ വളർത്തിയത്. പക്ഷേ യൂസുഫിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു, യൂസുഫിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഇത് കണ്ടപ്പോ എല്ലാ മക്കളും കൂടെ ഒരുമിച്ച് കൂടുകയാണ്. ഒരാളല്ലടോ, ബാക്കി 11 ഒരുമിച്ച് കൂടിയടോ. പഠിച്ചവരെ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. യാക്കൂബ് നബിയുടെ 10 മക്കളും ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇവനൊറ്റ ഒരുത്തൻ കാരണമാണ് വാപ്പ നമ്മളെ സ്നേഹിക്കാത്തത്. ഇവനെ ഇനി വെച്ചിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ഇവനെ ഇവിടെ നിന്ന് അകറ്റണം. പടച്ചവനെ എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുകയാണ്. വാപ്പയുടെ അടുക്കൽ വന്നിട്ട് അനുജനെ കളിക്കാൻ വിളിച്ചു കൊണ്ടുപോകാൻ ചോദിക്കുകയാണ്. ആദ്യമൊക്കെ സമ്മതിച്ചില്ല. മക്കള് പറഞ്ഞു, വാപ്പാ ഞങ്ങളുടെ അനുജനല്ലേ, നോക്കിക്കൊള്ളാമപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൊണ്ടുപോവുകയാണ്. ചരിത്രം പഠിച്ചവരാണല്ലോ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചു കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. അവര് കൊല്ലാൻ തയ്യാറായടോ, അവര് കൊല്ലാൻ തയ്യാറായടോ. വാപ്പയുടെ സ്നേഹം കിട്ടാതെ വന്നപ്പോ, വാപ്പാടെ പരിഗണന കിട്ടാതെ വന്നപ്പോ അവരെല്ലാവരും കൂടെ പിറപ്പിനെ കൊല്ലാൻ തയ്യാറായി. ഇതാണ് പറയുന്നത്, വേർതിരിവ് കാണിക്കരുത്. സംസാരമാണെങ്കിലും നോട്ടമാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും മക്കൾക്കിടയിൽ നിങ്ങൾ വേർതിരിവ് കാണിക്കാൻ പാടില്ല. മക്കൾ വല്ലാതെ ചിന്തിക്കുന്നവരാണ്. അവര് കൊണ്ടുപോയി യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പറപ്പിനെ കിണറ്റിൽ വലിച്ചെറിഞ്ഞടോ. അവസാനം പാറക്കല്ലെടുത്ത് തലയിലിട്ട് കൊല്ലാറ്. അതിലേക്ക് വലിച്ചെറിയാൻ പോയപ്പോ അനക്കമില്ല, മരിച്ചു കാണുമെന്നുള്ള ധാരണ കാരണം പടച്ചവനെ കല്ലിട്ടില്ല എന്ന് ചരിത്രം പറയുക. പഠിക്കേണ്ട 3ാമത്തെ പാഠമെന്താ? ഒരുപാട് തന്ത്രങ്ങൾ മെനയുകയാണ്, കഥകൾ മെനയുകയാണ്. എന്നിട്ട് പടച്ചവരെ ആടിന്റെ രക്തമതാ കുഞ്ഞിന്റെ ഉടുപ്പിൽ തേക്കുകയാണ്. ഇതുമായിട്ടവര് കടന്നു വരികയാണ്. എപ്പോഴാണ് കടന്നു വന്നതെന്നറിയോ? വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയോ, ഇവര് വരുന്നത് പാതിരാത്രിയിലോ. അവര് രാത്രിയിലാണ് വീട്ടിലേക്ക് കയറി വന്നത്. രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? പഠിക്കണേ ചെറുപ്പക്കാരോ, ഉപ്പമാരോട് പറയുന്നു, രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? രാത്രിക്കൊരു പ്രത്യേകതയുണ്ടല്ലോ, രാത്രിക്കൊരു പ്രത്യേകതയുണ്ടല്ലോ. രാത്രിയുടെ പ്രത്യേകത എന്താ? തെറ്റു ചെയ്യാനും മനസ്സുണ്ടാകുന്ന ഒരു സമയമാ.
ഏതൊരു മനുഷ്യന്റെയും മനസ്സ് മാറുമടോ. തെറ്റുകൾ ചെയ്യാനും മനസ്സുണ്ടാകുന്ന ഒരു സമയം രാത്രിയിലാണ്. രാത്രിയായ ആ സ്വഭാവം മാറുകയാണ്. പകല് മുഴുവനും മാന്യനാണ്, പകല് മുഴുവനും മാന്യനാണ്. രാത്രിയായി കഴിഞ്ഞ അവന്റെ സ്വഭാവം മാറുകയാ. നിങ്ങൾ നായ കാണാറുണ്ടല്ലോ, അല്ലാഹുവേ, വഴിയോരത്തും കടത്തിണ്ണയിലും നായ കിടക്കുകയാണ്. പകലതിന്റെ ചാരത്തുകൂടെ കടന്നു പോയാൽ അത് അനങ്ങുക പോലുമില്ല, ശാന്തമായി കിടക്കുകയാണ്. പക്ഷേ രാത്രിയായി കഴിഞ്ഞ ബൈക്കിന്റെ പുറകെ ഓടുകയാ, കാറിന്റെ പുറകെ ഓടുകയാ. ഒരാളെ പോലും പടച്ചവനെ നടക്കാൻ സമ്മതിക്കൂല. കയ്യിൽ കിട്ടുന്നത് കടിച്ചു കീറുകയാണ്. രാത്രിയുടെ പ്രത്യേകത അതാണോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലാ തുർസിലൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, വൈകുന്നേരമായ നിങ്ങൾ മക്കളെ പുറത്തു വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വൈകുന്നേരമായാൽ, മഗ്രിബിന്റെ സമയമായാൽ, സൂര്യൻ അസ്തമിക്കുന്ന സമയമായാ, നിങ്ങൾ മക്കളെ പുറത്തു വിടല്ലേ, നിങ്ങൾ മക്കളെ പുറത്തു വിടല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഹദീസിൽ കാണാ പെണ്ണുങ്ങളെയും പുറത്തു വിടാൻ പാടില്ല. എന്നാ 2026 ജീവിക്കുന്ന മുസ്ലിമേ, ഇന്നെല്ലാവരും പകല് ഉറക്കമാടോ. വൈകുന്നേരമായ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാ. അമ്മയും മക്കളും അതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മഗ്രിബിന്റെ സമയമായ പിന്നെ രാത്രി മുഴുവനും കറങ്ങി നടക്കുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലടോ. എന്റെ പ്രിയപ്പെട്ടവര്, 18ഉം 20ഉം വയസ്സുള്ള മക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. എവിടെ പോയാലും, ഏത് കടയിൽ പോയാലും, ഈ അടുത്ത് മംഗലാപുരത്ത് ഞാനൊരു കടയിൽ ചെല്ലുമ്പോ 2:45 3 മണിയായി. സഹോദരാ, വാപ്പാ നീ അറിയണം വാപ്പാ, പടച്ചവനെ 2 മണി കഴിഞ്ഞ് 3 മണി സമയമായി. ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോ 25 വയസ്സിന്റെ താഴെ പ്രായമുള്ളവരല്ലാതെ ഒരാള് പോലുമില്ല. 18ഉം 20ഉം വയസ്സുള്ള ചെറുപ്പക്കാരികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാ, തമാശ പറയുകയാ. എന്തൊക്കെയാണോ അല്ലാഹുവേ, പ്രായമുള്ള ഒരാളെ പോലും കാണാനില്ല. എല്ലാവരും പർദ്ദയിട്ടവളുണ്ട്, ഹിജാബ് ഇട്ടവളുണ്ട്. അധികവും മുസ്ലിം പെണ്ണുങ്ങളാണോ, മുസ്ലിം ചെറുപ്പക്കാരാണോ? എന്തേ സഹോദരാ, പടച്ചവനെ, മാതാപിതാക്കൾക്ക് മക്കളുടെ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്തമില്ല, അടിച്ചു വിട്ടിരിക്കുകയാണ്. ഉമ്മയ്ക്ക് ഉറങ്ങിയാ മതിയല്ലോ. രാത്രി 1 മണിക്കും 2 മണിക്കും മകൻ വന്ന് വിളിക്കുമ്പോ ഉറക്കം ശരിയാകുന്നില്ല. ഉമ്മ താക്കോല് കൊടുത്തിരിക്കുകയാ, ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്, താക്കോല് ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്നെ വിളിക്കണ്ടടാ മോനെ. ഉമ്മ താക്കോല് കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. നീ തോന്നുമ്പോ വന്ന് കിടന്നുറങ്ങിക്കോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്തെന്നറിയോ? നേരത്തെ ഭക്ഷണം കഴിക്കട്, നേരത്തെ ഉറങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ പ്രായമുള്ളവര് ചിന്തിച്ചു നോക്കണോ. അല്ലാഹുവേ, 10 മണിയായ വീടിനകത്ത് കയറിയില്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാ. ഒന്ന് പുറത്തിറങ്ങുന്നത് റമദാൻ മാസമാകുമ്പോഴോ, അല്ലെങ്കിൽ നബിദിനമോ വഅദോ കടന്നു വരുമ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങി രാത്രി നടക്കാൻ സമയം കിട്ടുന്നത്. പേടിയായിരുന്നടോ, പേടിയായിരുന്നടോ. അല്ലാഹുവേ, ഇന്നങ്ങനെയല്ല, സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. ആവശ്യത്തിന് പണമുണ്ടല്ലോ. മക്കളും ചെറുപ്പക്കാരും ഇങ്ങനെ നടക്കുകയാണ്. മോശമായ കൂട്ടുകെട്ടുകളിൽ പോയി പെടുകയാണ്. ജാബും മയക്കുമരുന്നിന്റെയും അടിമകളാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നിങ്ങൾ വൈകുന്നേരമായ കുട്ടികളെ പുറത്തു വിടല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ മാതാപിതാക്കളോട് പറയുകയാണ്, പേടിക്കണം വാപ്പാ, പെൺകുട്ടികളെ വളർത്തുന്നതിനേക്കാളും ഇന്ന് ഭയം ആൺകുട്ടികളുടെ കാര്യത്തിലാണോ? അല്ലാഹുവേ പേടിയാടോ. ഇന്നൊന്നും പറയാൻ പറ്റൂല, സ്വന്തം മക്കളെ ഒന്നും പറയാൻ പറ്റാത്ത കാലമാ. സ്വന്തം മകളുടെ കട്ടിലിനടിയിൽ നിന്ന് കാമുകനെ പിടിക്കുന്ന കാലമാണോ? സ്വന്തം മകളുടെ ബെഡ്റൂമിന്റെ കട്ടിലിനടിയിൽ 2 ദിവസം കാമുകൻ കടന്നിട്ട് പോലും പടച്ചവനെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ മക്കളുമായിട്ടുള്ള ബന്ധമൊന്ന് ചിന്തിച്ചു നോക്കണോ? സ്വന്തം കൂടെ പറപ്പാ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്, ഫോൺ വിളിക്കാൻ, പടച്ചവനെ ചാറ്റാനും കറങ്ങാനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് കൂടെ പറപ്പാടോ? എന്തൊരതാപാടോ. തെറ്റ് കണ്ടാ തിരുത്തേണ്ടവരല്ലേ? ഇതെന്റെ ഇക്കയല്ലേ, ഇതെന്റെ അനിയത്തിയല്ലേ, ഇതെന്റെ സഹോദരനല്ലേ? അവൻ തെറ്റ് ചെയ്താ തിരുത്തി കൊടുക്കേണ്ട കാലമല്ലേ? പക്ഷേ മറന്നുപോയടോ. എല്ലാം സപ്പോർട്ട് ചെയ്യുകയാണ്, പടച്ചവനെ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. തെറ്റ് ചെയ്യാൻ സഹായം ചെയ്തു കൊടുക്കുന്നത് കൂടപ്പറപ്പ് തന്നെയാണ്. വല്ലാതെ പേടിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്ന മക്കളുടെ കാലമാണോ? ഫോൺ കൊടുത്തതാ, ഫോൺ കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. കടക്കാൻ വിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. പടച്ചവരേ, ഞങ്ങളുടെ മക്കളിലൂടെ കണ്ണുനീര് കുടിക്കേണ്ട ഒരു ഗതികേട് വരുത്തല്ലേ അല്ലാ. റഹ്മാനായ അല്ലാ, മരിച്ചു ഖബറിൽ കിടക്കുമ്പോ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്തിനാണെന്നറിയുമല്ലോ? ഖബർസ്ഥാനിന് സ്ഥലം വാങ്ങാനാ സഹോദരാ. മയ്യത്ത് ഖബറടക്കുന്നതിന് വേണ്ടിയാണ്. പള്ളികളുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ലാഭം നിങ്ങൾക്കാടോ? ഒരാളുടെയും 5 നയാ പൈസ അള്ളാൻ ആവശ്യമില്ലടോ. അള്ളാടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകൂ. എന്താണ് പ്രതിഫലമെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും അൽഹംദുലില്ലാഹ് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തോ. അസ്സദഖത്തു റദ്ദുൽ ബലാ, അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപകടങ്ങളെ തട്ടിമാറ്റുകയാണ്, ദുരന്തങ്ങളെ തട്ടിമാറ്റുകയാണ്, മാറാ രോഗങ്ങളെ കരിച്ചു കളയുകയാണ്. ഇന്ന് വഴുതിന് വന്നപ്പോ ഏറ്റവും സങ്കടം എന്തെന്നറിയോ? എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയടോ. വണ്ടിയിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ജമാഅത്തിന്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരു കുഞ്ഞിനെ കാണാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പൊന്നുമോളെ കാണാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഉസ്താദേ, ഒന്ന് ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വാപ്പ തന്നെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഉസ്താദേ, കണ്ണിലെ ക്യാൻസറാ, കണ്ണിന് ട്യൂമറാണെന്ന് പറയുകയാണ്. ആ മോൾ എന്നെ ഒന്ന് നോക്കി ചിരിച്ചടോ. അല്ലാഹുവേ, ഉപ്പാടെ തോളിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ കുഞ്ഞു മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ ശഅബാൻ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, വരാനിരിക്കുന്ന റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് ആ പൊന്നു കുഞ്ഞിനോട് കരുണ കാണിക്കണേ അല്ലാ. ശിഫ കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരുപാട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ? ഉസ്താദേ, ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. സങ്കടം പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ, സങ്കടം പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ വാപ്പാ? അമ്മമാരേ,
ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ ഉമ്മ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മുത്തുനബി പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയോ, അവരുടെ രോഗങ്ങളെ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാ. അവരുടെ രോഗങ്ങളെ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാ. മോനെ, ഡോക്ടറെ കാണണമെങ്കിൽ 300-500 ഫീസാടാവോരെ. ബക്കറ്റ് നിന്റെ മുമ്പിൽ കടന്നു വരുമ്പോ പടച്ചവനോട് പറയണം, എന്റെ ശരീരത്തിൽ ക്യാൻസറോ ട്യൂമറോ കിഡ്നി രോഗമോ ലിവർ രോഗമോ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ റഹ്മാനായ അല്ലാഹ് ഈ കൊടുക്കുന്ന സദഖയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്, പനിയാക്കി മാറ്റണേ അല്ലാഹ്. യബ്ദു ബലസറിന് കൊണ്ടൊരു സദഖ ചെയ്തോ അർഹമുർ റഹീമായ അല്ലാഹ്, മനസ്സു നൽകണേ അല്ലാഹ്, മനസ്സു നൽകണേ അല്ലാഹ്. അതുകൊണ്ട് പടച്ചവന് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കണോ. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുക്കൂ, ഒരിക്കലും നഷ്ടമാകില്ല. ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ, ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ. ഇതുപോലൊരവസരം കിട്ടണമെന്നില്ല. മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്തോ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബക്കറ്റ് കൊണ്ടുപോണ ആരാ? ബക്കറ്റ് കൊണ്ടുപോണ ആളാരാ? ബക്കറ്റ് കൊണ്ടുപോണ ചങ്ങായിമാരാരാ? ഇവര് വലിയ ഗൂഢാലോചന നടത്തും. ഒന്ന് വിളിക്കറോ? ആരും വരണ്ടപ്പ നോക്കാന്. ബക്കറ്റ് കൊണ്ടുപോകുന്നവർക്ക് വേണ്ട ഒന്നാമത്തെ ഗുണം നാണം പാടില്ല. നിന്റെ പെങ്ങളെ കെട്ടിക്കാനാണോ പോന്നെ? അല്ല. ഈ ബക്കറ്റ് കൊണ്ടുപോകുന്ന മനുഷ്യന് സ്വർഗം കിട്ടും. സമാധാനത്തിൽ എല്ലാവരുടെ മുമ്പിൽ പോയി നിന്ന് മേടിച്ചോ. ഈ ബക്കറ്റ് പിരിവ് കാരണം നിങ്ങൾ സ്വർഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ഒരു ധൃതിയും വേണ്ട, ധൈര്യമായിട്ട് പൊക്കോളി. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാവരും അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം അതിനകത്തിട്ടോ, മനസ്സിൽ നിയ്യത്ത് കരുതിക്കോ. അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ നിൽക്കണ സഹോദരങ്ങൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. കസേര ഒഴിവുണ്ടെങ്കിൽ ഒന്ന് ഒഴിഞ്ഞ കസേര കിടക്കുന്നുണ്ട് മക്കളെ. സംഘാടകർ ആ ഒഴിഞ്ഞ കസേര കുട്ടികൾക്ക് എടുത്തിട്ടുകൂടി. ഇൻഷാ അല്ലാഹ്. അവരങ്ങോട്ട് കയറി ഇരുന്നില്ലെങ്കിലും ആ ഒഴിവുള്ള കസേര ഒന്നെടുത്ത് പുറത്തിട്ടാൽ മതി. സംഘാടകരെടുത്ത മക്കൾ കൊണ്ടു കൊടുക്കും. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുക, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. യാക്കൂബ് നബിയുടെ മക്കള് കൊണ്ടുപോയി തന്റെ കൂടപ്പുറപ്പിനെ കൊല്ലാൻ നോക്കി. ആ കസേര ഒന്ന് പറക്കിവിട്ടെ. ഒന്നെടുത്തപ്പോ സംഘാടകരൊന്നെടുത്ത് ആ കസേര ഒന്ന് അങ്ങോട്ട് വിട്ടെ. ഇൻഷാ അല്ലാഹ്. ഒഴിവുള്ള കസേര, കാല് വെക്കണ്ട. ചിലര് കാല് വെച്ചിട്ടുണ്ട്, അതങ്ങ് വിട്ടേരപ്പ. ഇത്രയും പേര് നിൽക്കുകയല്ലേ. കരുണ കാണിക്ക്. റഹമു മിൻ ഫിൽ അർളി റഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്ക്. അല്ലാഹു നമ്മളോട് കരുണ കാണിക്കും. അല്ലാഹു നമ്മളോട് കരുണ കാണിക്കുമാറാകട്ടെ. ആ കസേര ഒന്ന് പറക്കി കൊടുത്തേപ്പാ. സംഘാടകരെന്തേപ്പാ ആ കസേര ഒന്ന് പറക്കി കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഒഴിവുള്ള കസേര ഒന്ന് പറക്കിയ പുറകെ നിൽക്കണ ചങ്ങായിമാർ ഓരോന്നെടുത്തോടെ മക്കളെ.
ഈ കസേര അങ്ങ് പുറകിലോട്ട് കൊടുത്ത് അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. യാക്കൂബ് നബിയുടെ മക്കൾ യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പറപ്പിനെ കിണറ്റിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. ഇവിടെ വാപ്പാന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, വാപ്പാ യൂസുഫിനെ കാണാനില്ല വാപ്പാ. ചെന്നായ പിടിച്ചു കൊണ്ടുപോയി. ആകെ കിട്ടിയത് ഈ ഉടുപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യാക്കൂബ് നബിക്ക് അറിയാം തന്റെ മകൻ മരിച്ചില്ല എന്ന്. യാക്കൂബ് നബിയുടെ മുമ്പില് മക്കള് വന്നിട്ട് പറഞ്ഞു, യൂസുഫിനെ കാണാനില്ല, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ച സ്ഥലത്ത് കാവലിരുത്തിയത് ഓനെ കാണാനില്ല, ചെന്നായ പിടിച്ചുകൊണ്ട് പോയി, ആകെ ഉള്ളത് ഈ തുണി മാത്രമേ ഉള്ളൂ. യാക്കൂബ് നബിയുടെ മുമ്പിൽ യൂസുഫിന്റെ കമീസ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തപ്പോ യാക്കൂബ് നബി പറഞ്ഞൊരു മറുപടി ഉണ്ട്. യാക്കൂബ് നബി പറഞ്ഞ മറുപടി, ചെന്നായ നല്ല ബുദ്ധിയുള്ള ചെന്നായിയാണെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം. ചെന്നായക്ക് നല്ല ബുദ്ധിയാ. യാക്കൂബ് നബി പറഞ്ഞ മറുപടി, ചെന്നായിക്ക് നല്ല ബുദ്ധിയാണെന്ന്. കാരണം എന്തേ? ബഡൻസ് ഒന്നും പോയിട്ടില്ല. അൽഹംദുലില്ലാഹ്. വാപ്പ പറയാ ബഡൻസ് ഒന്നും പോയിട്ടില്ല. അപ്പൊ നല്ല ബഡൻസ് പോലും പൊട്ടിക്കാതെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള നല്ല ബുദ്ധിയുള്ള ചെന്നായ എന്റെ യൂസുഫിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കമീസിലെ ഒറ്റ ബഡൻസ് പോലും പൊട്ടിയിട്ടില്ലായിരുന്നു. കാരണം ഇത് ഊരിയെടുത്തിട്ട് അത് എള്ളിട്ടെ. യാക്കൂബ് നബിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. തന്റെ മക്കളോട് ശത്രുതയൊന്നുമില്ല. വല്ലാത്ത വരൾച്ചയായി, വല്ലാത്ത പ്രയാസമായി നാട് മുഴുവനും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചവനെ ഒരു രാജാവിനെ കുറിച്ച് കേൾക്കുന്നത്. നല്ല ഒരു രാജാവ്, എല്ലാവരെയും സഹായിക്കുന്ന ഒരു ഭരണാധികാരി. ഈജിപ്തിലെ ഭരണാധികാരിയെ കുറിച്ച് അറിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പ എപ്പോഴും ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് മക്കളോട് പറയും, പോയിട്ട് യൂസുഫ് ഉണ്ടോ എന്ന് തിരയാൻ. ഈ കൊല്ലാൻ കൊണ്ടുപോയി ഇട്ട മക്കളോട് അവരുടെ തെരഞ്ഞെടുക്കാൻ. അപ്പൊ പറഞ്ഞു, രാജാവിന്റെ കൊട്ടാരത്തിൽ എല്ലാരും വരുമല്ലോ, നിങ്ങൾ എല്ലാരും അവിടെ പോയി യൂസുഫിനെ തിരയണം, രാജാവിനെ കാണണം, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു മേടിച്ചുകൊണ്ട് വരണം. അങ്ങനെ വാപ്പ തന്റെ മക്കളെ പറഞ്ഞു വിടുകയാ. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ പറഞ്ഞു വിടുകയാണ്. ആ പറഞ്ഞു വിടുന്ന സമയത്ത് വാപ്പ കൊടുത്ത ഉപദേശം അറിയണേ ഉപ്പമാരെ, ഉമ്മമാര് നല്ലതുപോലെ കേൾക്കണേ, ഉമ്മമാര് നല്ലതുപോലെ കേൾക്കണേ. പടച്ചവനെ, വാപ്പയതാ തന്റെ പൊന്നാര മക്കളെ പറഞ്ഞു വിടുകയാണ്. ആ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ വാപ്പ കൊടുക്കുന്ന ഉപദേശം എന്താ? വഖാല യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരികാ. വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, മക്കളെ, രാജകൊട്ടാരത്തിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങൾ എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കേറാൻ പാടില്ല. നിങ്ങൾ ഒരേ വാതിലിലൂടെ കടന്നു പോകാൻ പാടില്ല. എല്ലാവരും പല പല വാതിലിലൂടെ കേറി പോകണേ. ഒരു വാപ്പ കൊടുക്കുന്ന ഉപദേശമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? പടച്ചവനെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾക്ക് മുഴുവനും വല്ലാത്ത ഗ്ലാമറാ. യൂസുഫ് നബിയുടെ ഗ്ലാമർ അറിയുമല്ലോ. പടച്ചവനെ, സുലൈഖയുടെ കൊട്ടാരത്തിലൂടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് കയ്യിലിരുന്ന കത്തി കൊണ്ട് ആപ്പിളിന് പകരം കൈവിരൽ പോലും മുറിച്ചു എന്ന് ചരിത്രം പറയുന്ന യൂസുഫ് നബിയുടെ ഗ്ലാമർ ചിന്തിക്കടാ ചെറുപ്പക്കാരാ. സ്വർഗത്തിൽ അല്ലാഹു എല്ലാവർക്കും കൊടുക്കുന്നത് യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്. പടച്ചവരെ, അല്ലാഹുവേ, യൂസുഫ് നബിയുടെ കൂടപ്പിറപ്പുകൾ യാക്കൂബ് നബിയുടെ മക്കളെ കാണാൻ വല്ലാത്ത ഭംഗിയാണ്. പടച്ചവരെ, 10 എണ്ണം ഇങ്ങനെ നിരന്നു പോയാൽ ഒരു വാപ്പാടെ 10 മക്കൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഒരു വാതിലിലൂടെ കേറിപ്പോയാ എല്ലാവരും നോക്കുമല്ലോ, തന്റെ മക്കൾക്ക് കണ്ണ് കിട്ടുമല്ലോ. പടച്ചവനെ, യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് മഖാഫത്തു ഇസ്മായിൽ
ഖബീർ തന്റെ മക്കൾക്ക് കണ്ണ് തട്ടുന്നതിനെ ഭയപ്പെട്ടിരുന്നു. തന്റെ മക്കൾക്ക് കണ്ണ് തട്ടുന്നതിനെ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പല പല വാതിലിലൂടെ വേണം കയറി പോകാൻ, ഒരുമിച്ച് പോകാൻ പാടില്ല. ഈ വാലകൾ കാമം നിരിക്കുന്ന പ്രിയപ്പെട്ട വാപ്പയോട്, പ്രിയപ്പെട്ട ഉമ്മയോട് പലർക്കും വിശ്വാസമില്ലടോ, പലർക്കും ഇന്ന് വിശ്വാസമില്ലടോ. ഇതൊക്കെ ചുമ്മാതെയാണെന്ന് പറയുന്നവരുണ്ടല്ലോ. എന്നാ അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്, കണ്ണേറ് സത്യമാണ്. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ യാക്കൂബ് നബിയുടെ മക്കളെ കാണാൻ നല്ല ഗ്ലാമറ. 10 എണ്ണം ഒരു വാതിലൂടെ ഇങ്ങനെ നിരന്ന് കയറിപ്പോയാ ആരായാലും ഒന്ന് നോക്കും, ആരായാലും ഒന്ന് നോക്കും. അതുകൊണ്ട് തന്റെ മക്കൾക്ക് കണ്ണ് തട്ടാതിരിക്കാൻ മക്കളെ വേറെ വേറെ വാതിലിലൂടെ വേണം കയറിപ്പോകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. കണ്ണേറെന്ന് പറയുന്നത് സത്യമാണ്. നാവ് കണ്ണ് സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, സ്വന്തം മുഖം ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഇത്തിരി തടി വെച്ചോ, ഇത്തിരി വെളുത്തോ, ഇത്തിരി ഗ്ലാമർ കൂടിയോ അല്ല, നീ തന്നെ പറഞ്ഞേക്കരുത്. കണ്ണാടി നോക്കിയിട്ട് നമ്മൾ തന്നെ പോയിട്ട് പറയരുത് നമുക്ക് ഗ്ലാമർ ഉണ്ടെന്ന്. കാരണം നമ്മുടെ നാവ് എങ്ങനത്തെയാണെന്ന് നമുക്കറിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. നമ്മുടെ നാവ് എങ്ങനത്തെ? ചിലര് നിന്ന നിപ്പിന് പടച്ചവനെ നിക്കണം മരം താഴെ വീഴും. അതാ ഒരു വാക്ക് പറഞ്ഞാൽ മതി. കണ്ണെന്ന് പറയുന്നത് സിഹിറിനെക്കാളും വലുതാടോ കണ്ണീർ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ ഇതിൽ പലർക്കും വിശ്വാസമില്ല. ഈ കണ്ണെന്ന് പറയുന്നത് 3 രീതിയിലാണ്. അൽ ഐനു, നിബിധങ്ങൾ പറയുന്നുണ്ടല്ലോ, ഹദീസിൽ കാണാം, അൽ ഐനു സലാസ്, 3 രീതിയിലാണ് കണ്ണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 3 രീതിയിലാണ് കണ്ണുകളുള്ളത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ഇപ്പൊ ഊട്ടിയിലാ ഉള്ളത്. സ്റ്റാറ്റസ് ഇട്ടേക്ക, ഞാൻ പുതിയ വണ്ടി എടുത്തുക, എന്നെ ഇപ്പൊ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുത്തൻ. എടാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ വഴുത് പറഞ്ഞപ്പോ ഇപ്പൊ എല്ലാവർക്കും യൂട്യൂബിലുള്ള അധികം പേർക്ക് എന്നോട് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. കാരണം നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ പറ്റുമോ? എടാ എനിക്ക് ഫേസ്ബുക്കും ഇല്ല, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാമും ഇല്ല, ഒന്നുമില്ല. എന്റെ കൂടെ നടക്കുന്ന മക്കളെ ഇതൊക്കെ നോക്കണേ. എനിക്കിതൊന്നും എന്നോട് തന്നെ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും വഴുതിന് പോകുമ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടു എന്ന് പറഞ്ഞാൽ, റീൽ ഇട്ടു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തലയില്ല. ഫോട്ടോ കുഴപ്പമൊന്നുമില്ല. നമ്മളെ കുറ്റം പറയുമ്പോൾ അവന് പ്രയോജനമുണ്ട്. ഇപ്പൊ എനിക്ക് സുഖമില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് വേണ്ടി വെള്ളിയാഴ്ച പിരിവ് നടത്തിയ സഹോദരങ്ങളും ഉണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച പള്ളിയിൽ എനിക്ക് വേണ്ടി പിരിവ് നടന്നു. സിറാജുദ്ദീൻ ഖാസിമിയുടെ ചികിത്സാ ഫണ്ടിലേക്ക് അവൻ വീട്ടിൽ കൊണ്ടുപോയി ഫണ്ട് ഉണ്ടാക്കി. അൽഹംദുലില്ലാഹ്, രക്ഷപ്പെടട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. എന്നെ കൊണ്ട് അവനെങ്കിലും ഉപകാരം ഉണ്ടായല്ലോ. ഞാൻ ചിന്തിക്കുന്ന അങ്ങനെ. എനിക്ക് വേണ്ടി ദുആ ചെയ്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് എഴുതിയിട്ടവരുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിച്ചു എന്ന് പറഞ്ഞവരുണ്ട്. കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഒരു ദിവസം മരിക്കും. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അതിലൊന്നും കാര്യമില്ല. ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ളത് പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, എടോ ഇതെങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. 3 രീതിയിലുള്ള കണ്ണുകളുണ്ട്. 1 ഐനുൻ ഹാസിദ്, അസൂയയുടെ കണ്ണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസൂയയുടെ കണ്ണെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഒരാൾക്ക് നൽകിയ നിഅമത്ത്. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു ഒരാൾക്ക് ഇത്തിരി സമ്പത്ത് നൽകി, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രസിഡന്റോ സെക്രട്ടറിയോ, ഇവർക്ക് വേണ്ട, അവരെ പറയേണ്ടപ്പ ഇനി എന്തെങ്കിലും ആയിപ്പോയാലേ. അള്ളാഹു ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു നിഅമത്ത് നൽകി, അള്ളാഹുവേ പടച്ചോനെ എനിക്ക് അതുപോലെ തരണേ അല്ലാ. എനിക്ക് സമ്പത്ത് കിട്ടിയ പടച്ചോനെ പള്ളിക്ക് കൊടുക്കാം, പാവങ്ങൾക്ക് കൊടുക്കാം, രോഗികൾക്ക് കൊടുക്കാം, കോളേജുകൾക്ക് കൊടുക്കാം. ഇത് നല്ല നിയ്യത്ത്. ഇതങ്ങനല്ല. പടച്ചോനെ അത് പോയി കിട്ടണേ അല്ലാ. ഇതാ ചിന്ത. അള്ളാഹു ഒരാൾക്ക് കൊടുത്ത നിഅമത്ത് നീങ്ങണം. അവൻ എത്തിയങ്കാനലാകണം. അത്ര ഉള്ളവരൊന്നുമില്ല. ഒരു സന്തോഷം എങ്ങനെയെങ്കിലും ഒന്നായ മനസ്സിലൊക്കെ എങ്ങനെയുണ്ടടാ, എങ്ങനെയുണ്ട്? ഒന്നുമില്ലടാ, ആകെ ബുദ്ധിമുട്ട്, കച്ചവടം ഇല്ല, പ്രയാസം. ഇപ്പൊ മനസ്സിൽ ഇങ്ങനെ, നിനക്ക് അങ്ങനെ തന്നെ വേണം. ഇതാ ചിന്ത. അസൂയയുടെ കണ്ണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കണ്ണെന്താ? അൽ ഉയൂനു സലാസ്. കണ്ണ് 3 രീതിയിലാണ്. ഒന്നാമത്തെ കണ്ണ് അൽ ഐനുൽ ഹാസിദ്, നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ണ്. അല്ലാഹു നൽകിയ നിഅമത്ത് നഷ്ടപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? വമിൻ ശർരി ഹാസിദിൻ നിദാ
ഹസദ്. ഈ ആയത്ത് പഠിച്ചു വെച്ചോ. ആ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഈ ആയത്ത് പാരായണം ചെയ്തോ. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഈ ആയത്ത് പറഞ്ഞാൽ അങ്ങനെയുള്ള കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാ. രണ്ടാമത്തെ കണ്ണേതെന്നറിയുമോ? ഐനുൻ മുഅ്ജിബാ. ഐനുൻ മുഅ്ജിബാ, അത്ഭുതത്തിന്റെ കണ്ണ. രണ്ടാമത്തെ കണ്ണ് അത്ഭുതത്തിന്റെ കണ്ണ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടേപ്പാ, കാലുവേന നാമതേ നടുവിന് വയ്യടോ. ഇരുന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കണ്ണ് അത്ഭുതത്തിന്റെ കണ്ണ്. എന്തൊരു വീടാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, എന്തൊരു വീടാ. ചിലര് പറയാറുണ്ട്, എന്തൊരു ഗ്ലാമറാടാ ചങ്ങാതിക്ക്, എന്നാ ബോഡിയാടാ. ഒറ്റ പറച്ചിലേ കാണത്തുള്ളൂ മക്കളെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ. വിശ്വാസം വരുന്നില്ലേ? ഞാൻ ചരിത്രം പറഞ്ഞുതരാം. എന്താ നബീലക്ക ഉണ്ടായിരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചരിത്രം പറഞ്ഞു തരാം. ആ കണ്ണിനകത്ത് വേറെ ഒന്നുമില്ല, ചുമ്മാതെ പറയുന്നയാ. ചില ചുമ്മാതെ പറഞ്ഞത് അവൻ നശിച്ചു പോകണമെന്നോ നഷ്ടപ്പെട്ടു പോകണമെന്നോ മരിച്ചു പോകണമെന്നോ കരുതിയിട്ട് പറയുന്നല്ല. ചുമ്മാതെ. പണ്ട് ചില ഉമ്മമാര് പറയും, എന്തുകൊണ്ട് ആ ഉമ്മ വരുന്നുണ്ട് കുഞ്ഞിനകത്ത് കയറ്റിക്കൊള്ളാൻ. ചില ഉമ്മമാര് ഒരാൾ വരുമ്പോ പറയും കുഞ്ഞിനകത്ത് കയറ്റിക്കൊള്ളാൻ. കാരണം എന്താ? കാണാൻ നല്ല രസമുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. പിറ്റേ ദിവസം രോഗമായിരിക്കും. അതുകൊണ്ട് ചിലരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നിടോ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കത്ത് നിന്ന് മദീനയിലേക്ക് പോവാ. അപ്പൊ ജുഹുഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നപ്പോ നബിതങ്ങളും സ്വഹാബത്തും ക്ഷീണം കാരണം റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോ മഹാനായ സഹൽ റളിയല്ലാഹു തആല, ചെറുപ്പക്കാരനായ സഹാബിയാണ് സഹൽ തങ്ങള്. നല്ല സിക്സ് പാക്കാ, നല്ല ബോഡിയൊക്കെ ഉണ്ട്. അപ്പൊ സഹൽ റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന കമീസ് അങ്ങ് ഊരി. ഇട്ടിരുന്ന കമീസ് ഊരി. ഈ ഊരിയപ്പോ ഈ ബോഡി അങ്ങോട്ട് കണ്ടപ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. ആ ശരീരം ഇങ്ങനെ കണ്ടപ്പോ, ആ ഗ്ലാമറും ആ ശരീരമൊക്കെ കണ്ടപ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലാഹി. മഹാനവറുകൾ പറയാ, ആമിർ തങ്ങൾ പറയുന്നു, വല്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇങ്ങനെ ഒരു ശരീരം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. മഹാനായ ആമിർ റളിയല്ലാഹു തആല പറയുന്നു, വല്ലാഹി സത്യം, ഇങ്ങനെ ഒരു ശരീരം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു ശരീരം അല്ലാഹ്. ഇത്ര പറഞ്ഞതേ ഉള്ളൂ. ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണു ആമിർ തങ്ങൾ. മഹാനായ സഹൽ റളിയല്ലാഹു തആല ബോധം കെട്ട് താഴെ വീണു. നിന്ന നിപ്പിന് വീണു. സഹാബത്ത് പേടിച്ചു വിറച്ചുകൊണ്ട് ആ സഹാബിയെ എടുത്തുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി. എന്തു പറ്റി സഹാബ? നിന്ന നിപ്പിന് വീണ് നബിയെ, നിന്ന നിപ്പിന് വീണ് നബിയെ. എന്താ സംഭവം എന്നറിയില്ല. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ തോന്നണേ? വല്ല സംശയം വല്ല ഉണ്ടോ? എന്താന്നറിയില്ലല്ലോ, നിങ്ങൾ എന്താ വിചാരിക്കണേ? ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, നബിയെ, ആമിർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. നബിയെ, ആമിർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. നബിതങ്ങളുടെ മുഖം ചുമന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? 10ാം ക്ലാസ്സിൽ A+ വാങ്ങുമ്പോ സ്വന്തം മകളുടെ ഫോട്ടോ എടുത്ത് ഫ്ലെക്സ് വെക്കുന്ന ഉമ്മമാരെ, പടച്ചവനെ, എന്റെ മകൾക്ക് മുഴുവനും A+ ആണ്. പോസ്റ്റിന്റെ മുകളിൽ ഫോട്ടോ പൊട്ടിച്ചിരിക്കുകയാണ്. നാട്ടുകാരോട് മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. തന്റെ മകൾക്ക് A+ കിട്ടി, നല്ല കാര്യമാണ്, അൽഹംദുലില്ലാ, നീ സമ്മാനം
സമ്മാനം കൊടുക്ക്, നീ ആദരിക്ക്, നീ ബഹുമാനിക്ക്. എന്തിനാ ഉമ്മ സ്റ്റാറ്റസ് ഇടുന്നത്, നാട്ടുകാരോട് പറയുന്നത്? പടച്ചവനെ, സഹൽ റളിയല്ലാഹു തആല അൻഹു താഴെ വീഴുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തേ ചിന്തിക്കുന്നത് യാ റസൂലല്ലാഹ്? സഹലി ഇങ്ങനെ ഒരു ആമിർ ഇങ്ങനെ ഒരു വാക്കു പറഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആമിറേ, നീ നിന്റെ കൂടപ്പറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ ആമിറേ? നബി തങ്ങളുടെ ചോദ്യമാണോ? അതുകൊണ്ടാണ് പറഞ്ഞത് അൽ ഐനുൽ മുഅ്ജിബ, അത്ഭുതത്തിന്റെ കണ്ണാ, അത്ഭുതത്തിന്റെ കണ്ണാ. എല്ലാം എല്ലാവരോടും പറയരുത്, എല്ലാം എല്ലാവരെയും അറിയിക്കരുത്, ചിലതൊക്കെ മറച്ചു വെക്കണം സഹോദരാ. അതുകൊണ്ടാണ് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ അൽഹംദുലില്ലാ പറയാൻ പറഞ്ഞത്. കച്ചവടമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അൽഹംദുലില്ലാ എന്ന് പറയാൻ പറഞ്ഞത്. ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയാൻ പഠിപ്പിച്ചത്. 1500 കൊല്ലം മുമ്പ് നബി തങ്ങളെ മസ്ജിദുൻ നബവിയിലിരിക്കുമ്പോ ഒരു സ്വഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബി തങ്ങൾ ചോദിക്കുന്നു, യാ ഫുലാൻ, ഏ ചെറുപ്പക്കാരാ, സുഖമാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്, സുഖമാണോ? ആ സ്വഹാബിയുടെ മറുപടി അൽഹംദുലില്ലാഹ് ഖൈർ, സുഖമാണ് നബിയേ, സുഖമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ മറുപടി കേട്ടപ്പോ അവിടെന്ന് പറഞ്ഞു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടാമതൊരു സ്വഹാബി കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, മോനെ സുഖമാണോ? ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? ഖൈർ, സുഖമാണ് നബിയേ. നബി തങ്ങൾ ചിരിച്ചു. ഈ സഹാബി ചോദിച്ചു, എനിക്ക് ദുആ ഇല്ലേ നബിയേ? എനിക്ക് ദുആ ഇല്ലേ നബിയേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യമല്ലേ എന്നോട് ചോദിച്ചത്? അദ്ദേഹത്തിന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. എനിക്ക് ബർക്കത്തില്ലേ നബിയേ? നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഇനി പറ, സുഖമാണോ? കേട്ടില്ല, ഉറക്കെ പറ, ഉറക്കെ പറ, സുഖമാണോ? ജീവിതമൊക്കെ റാഹത്താണോ? കച്ചവടമൊക്കെ ഉണ്ടോ? ജോലിയൊക്കെ ഉണ്ടോ? പൈസയൊക്കെ ഉണ്ടോ? ഇനി ഇല്ലാന്ന് പറയരുത്. ഇനി ഞാൻ ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയരുത്. എല്ലാരും പറഞ്ഞത് പൈസ ഉണ്ടെന്നാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാതെ ഉണ്ടെന്നും പറയണ്ട, ഇല്ലാന്നും പറയണ്ട. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. ജോലിയുണ്ടോ? അൽഹംദുലില്ലാ. ജീവിത റാഹത്താണോ? അൽഹംദുലില്ലാ. ഇവിടെ ഈ കണ്ണ് പറയുന്ന അത്ഭുതത്തിന്റെ കണ്ണ് നിന്ന നിപ്പിന് വീണു. നബിതങ്ങൾ ചോദിച്ചു, നീ കൊല്ലാൻ നോക്കുവാണോ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കണ്ണ് ഐനുൻ ഖാതില്, കൊന്നുകളയുന്ന കണ്ണ്. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ കവറിലെത്തിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ, കാറിനകത്ത് ഇങ്ങനെ പോകുമ്പോ, പടച്ചവന് ഒരു ചങ്ങാതി ബൈക്കിൽ പായുന്നുണ്ട്. എന്താടാ, ചാവാൻ പോവാണോടാ? 2 മിനിറ്റ് കഴിയുമ്പോ ഓടെ കിടക്കുന്ന റഹ്മാനെ ബൈക്ക്. പറഞ്ഞാ മതിയടോ, പറഞ്ഞാ മതി. ഞാന് ഇന്നലെ ഇവിടെ വഴുത് പറഞ്ഞ ഉസ്താദ് എന്റെ സുഹൃത്താണ്. എൻ്റെ ഒരു അനുഭവം, എനിക്ക് നിങ്ങളുടെ ഈ ഭാഗത്ത് ഇവിടെ ആയിരുന്നു വഴുത്. എനിക്ക് പിറ്റേ ദിവസം രാവിലെ അത്യാവശ്യം നാട്ടിലെത്തേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഈ ഉസ്താദിന്റെ വണ്ടി എടുത്തോണ്ടാ ഞാൻ വഴുതിന് വന്നേ. തിരിച്ചു പോകുന്ന സമയത്ത് ധൃതി കാരണം, നിങ്ങൾക്കറിയാം ഈ ജാസൂറിൽ നിന്ന് പോണ വഴിയൊക്കെ ഭയങ്കര വളവല്ലേ. അപ്പൊ ഞാൻ ഞാനാ വണ്ടി ഓടിച്ച്. ഈ ഉസ്താദിന്റെ വണ്ടി, ഇയാളൊരു പുതിയ വണ്ടി എടുക്കും, ഏതെങ്കിലും ഉസ്താദ് എടുത്തുകൊണ്ട് പോയിട്ട് ഇടിക്കും. 2 പ്രാവശ്യം അങ്ങനെ വണ്ടി ഇടിച്ചു. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ ഈ ചങ്ങാതി വണ്ടി ഇരുന്നിട്ട് ഒരു ചങ്ങാതി പറഞ്ഞു, ഈ ഉസ്താദിന്റെ വണ്ടി ആരെടുത്തോണ്ട് പോയാലും ഇടിക്കും, സിറാജ് ഉസ്താദെ പതുക്കെ പോകാം. ഇവനിത് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ മനസ്സിലൊരു ഭയമായി. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് സ്പീഡ് കുറച്ചു. പക്ഷെ ഒരു വളവ് തിരിഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്ത് പറ്റിയെന്നറിയില്ല, മതിൽ പിടിച്ചുകൊണ്ട് വണ്ടി താഴെ പോയി. ഒരൊറ്റ നിമിഷം, ഒരു നിമിഷം കൊണ്ട് ആർക്കൊന്നും പറ്റിയില്ല. വണ്ടി ഇടിച്ച് താഴെ ഒരു മതിലിടിച്ചങ്ങ് മറിച്ചു. എന്റെ പ്രിയപ്പെട്ട, അന്നേ ഞാൻ പറഞ്ഞു, ഇവന്റെ നാവ്, അതാ ചിലരുടെ വാക്കുകൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. ചിലരൊരു വാക്ക് പറഞ്ഞാൽ മതി, നിനക്ക് എന്തൊരു വാഴയാ അല്ലാഹ്, എന്തൊരു കൊലയാ അല്ലാഹ്, ആ കൊല കരിഞ്ഞു കൂടും.
ഒരൊറ്റ, ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ലേ, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞേ. എൻ്റെ നാട്ടിൽ ഉദ്ഹിയ്യത്തിന് പള്ളിയിൽ നിന്ന് പോത്ത് വാങ്ങാൻ വേണ്ടി ഞാനൊരു അച്ചായൻ്റെ വീട്ടിൽ പോയി. അച്ചായൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു പോത്തിനെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നു, നല്ല ഇങ്ങനെ നിസ്കാരത്തഴം പോലെ, ഈ കാട്ടുപോത്തിനെ പോലെ നല്ല കാണാൻ രസമുണ്ട്. അപ്പൊ ചോദിച്ചു, അച്ഛാ അത് കൊടുക്കത്തില്ല, അത് നിങ്ങളുടെ ഉദ്ഹിയ്യത്തിന് പറ്റിയതല്ല. അച്ചായൻ പറയാം, അത് ഉദ്ഹിയ്യത്തിന് പറ്റിയതല്ല. അപ്പൊ അതിന്റെ വാലും മുറിഞ്ഞു പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയ അച്ചായ? നല്ലൊരു പോത്തല്ലായിരുന്നു, എന്റെ വാല്. പോത്തെന്ന് പറഞ്ഞാൽ അറിയോ? അപ്പൊ അവിടെ ബീഫ് എന്നില്ല, ഇവിടെ നിങ്ങൾക്ക് തിന്നാൻ പറ്റൂലല്ലേ. അപ്പൊ അതിന്റെ വാലറ്റുപോയി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. ഒന്നുമില്ല, അയാൾ എന്നെ അച്ഛാന്നാ വിളിച്ചത്, ഉസ്താദിന്ന് വിളിച്ചില്ല. പറഞ്ഞു, ഇങ്ങടെ ഒരാള് കാണാൻ വന്നു, ഒരു കച്ചവടക്കാരൻ പോത്ത് നോക്കാൻ വന്നു. ഇങ്ങനെ നോക്കി, വില പറഞ്ഞു, പക്ഷെ വില ശരിയായില്ല. അപ്പൊ അവസാനം പോകുമ്പോൾ പറഞ്ഞു, അച്ചായ വല്ലാത്ത വാലാന്ന് കേട്ടോ, നല്ല രസമുണ്ടെന്ന്. പിറ്റേ ദിവസം അതിങ്ങനെ ഇട്ട് അടിച്ചപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. പിന്നെ കാക്ക വന്ന് കൊത്തി അത് അറ്റുപോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരൊറ്റ വാക്ക്. ഇതാ പറഞ്ഞേ, ഇതൊന്നും നിസ്സാരമല്ല. കളിയാക്കുന്നവനെ പുറത്തുനിന്ന് കളിയാക്കാനേ പറ്റൂ, അവന്റെ വീട്ടിൽ വരുമ്പോഴേ ഇതറിയൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അത് കണ്ണേർ എന്ന് പറയുന്നത്, എടാ നിന്റെ മക്കൾ A+ വാങ്ങിച്ച നല്ല കാര്യം, അൽഹംദുലില്ലാ. നീ എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും മേടിച്ചുകൊടു, അല്ല പള്ളിയിൽ കൊണ്ടുവന്ന് ആദരിക്കുക, അതൊക്കെ നല്ല കാര്യം. പക്ഷെ അത് നാട്ടുകാരോട് പറഞ്ഞു ഫ്ലക്സും വെച്ച് നടക്കുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ട്? A+ മേടിച്ച മകൾക്ക് ഇപ്പൊ പഠിക്കാനിരിക്കുമ്പോ തലവേദന ഉസ്താദ്. ഈ അടുത്ത് എന്നോട് പറഞ്ഞു ഒരാള്, ഈ അടുത്തും പറഞ്ഞ ഈ വാഴലിന്റെ താഴെ കമൻസ് കണ്ടു. ഈ അടുത്ത് ഞാനിട്ട ഒരു വാഴല്, ആ വാഴലിന്റെ താഴെ കമൻസ് കണ്ടപ്പോ ഒരു വാപ്പ എഴുതിയിട്ടുണ്ട്, ഉസ്താദ് നിങ്ങൾ പറഞ്ഞ സത്യവാ, A+ വാങ്ങിച്ച മകൾക്ക് ഇപ്പം പഠിക്കാനിരിക്കുമ്പോ ഉറക്കം വരികയെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് തന്റെ മക്കളെ വളർത്തിയത് എങ്ങനെയാണെന്ന് പഠിക്കണോ. ഇത് പറഞ്ഞപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഉസ്താദേ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? രക്ഷപ്പെടാനുള്ള വഴിയുണ്ടോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന മകളുടെ പൊന്നാര മക്കളാണ് ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ. രണ്ട് മക്കളും വീടിന്റെ പുറത്തിറങ്ങിയ നബി തങ്ങൾ പറയുമായിരുന്നു, ഫാത്തിമ, നബി തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. ഈ ദുആ തലയിൽ ഊതിയിട്ട് പുറത്തു വിടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ചവനെ ഇസ്ഹാഖ് നബി യാക്കൂബ് നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആയാ. ഈ ദുആ മക്കളെ പുറത്തു വിടുമ്പോ, സ്കൂളിൽ വിടാറുണ്ടല്ലോ, ട്യൂഷന് വിടാറുണ്ടല്ലോ, കല്യാണ വീടുകളിൽ കൊണ്ടുപോകാറുണ്ടല്ലോ, മക്കളെ പുറത്തു വിടുമ്പോ ഈ ദുആ ഓതിയിട്ട് തലയിലൊന്ന് ഊതണേ. ഈ ദുആ ഓതിയിട്ട് തലയിലൊന്ന് ഊതണേ. ആ മക്കൾക്ക് കണ്ണീർ ബാധിക്കില്ലടോ. അല്ലാഹുവേ, ആ ദുആ പഠിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വാപ്പ എങ്ങനെയാകണമെന്ന് യാക്കൂബ് നബി അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. സമയം എന്തായി? ഇപ്പൊ 11 മണിയായി. ഞാൻ എത്ര മണി നിർത്താറായില്ല? അടുത്ത നിങ്ങൾ പറയപ്പോ, നിങ്ങളെ വിശക്കുന്നവന് പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്കേ. പറയണോന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കടോ. പൈസ ചോദിക്കുമ്പോഴിങ്ങനെ പൊക്കണം കേട്ടോ. ഇന്നിവിടെ നിന്ന് കബറെടുക്കാനുള്ള സ്ഥലം പേടിച്ചിട്ടേ പോത്തുള്ളൂ. എല്ലാരും ഇൻഷാ അല്ലാഹ് വേറൊന്നും വേണ്ട, 6 അടി മണ്ണ് വാങ്ങിച്ചിട്ടോ അവനവന് കിടക്കാനുള്ള ജാഗ വാങ്ങിക്കോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അഞ്ചാമത്തെ കാര്യം എന്താ? തവക്കൽതു അലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബിയുടെ മക്കള് യൂസുഫിന്റെ വസ്ത്രം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പ ചെന്നായ പിടിച്ചു, വാപ്പ പോയി വാപ്പ. പക്ഷെ യൂസുഫ് നബി അലൈഹിസ്സലാം മരിച്ചില്ല എന്ന് യാക്കൂബ് നബിക്ക് അറിയാം. കാത്തിരുന്നു, കരഞ്ഞ് കണ്ണുനീര് വന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. 63 കൊല്ലം കരഞ്ഞടോ, 1-2 കൊല്ലമല്ല. തന്റെ മകൻ നഷ്ടപ്പെട്ടു, തിരയാത്ത സ്ഥലമൊന്നുമില്ല. മക്കള് വന്നിട്ട് വാപ്പാനോട് പറയും, ഇതെന്താ വാപ്പ ഇങ്ങനെ? യൂസുഫ് മരിച്ചുപ്പാ, നിങ്ങൾ എന്താ ഇങ്ങനെ? ഇല്ല, വിശ്വസിച്ചില്ല. കാത്തിരുന്നടോ യാക്കൂബ് നബി. അവസാനം ബിന്യാമീൻ എന്ന് പറയുന്ന മകനും നഷ്ടപ്പെട്ടു. അപ്പോഴും ശമിച്ചു കാത്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം 12 മക്കളെയും കൊടുത്തു, അധികാരം കൊടുത്തു, അല്ലാഹ് എല്ലാം വാരിക്കൂരി കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
മാതാപിതാക്കളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കേണ്ടത് അള്ളാഹിനെ കുറിച്ച്. തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ പരമേൽപ്പിക്കണേ ബാപ്പാ, അല്ലാഹനെ പരമേൽപ്പിക്കണേ ബാപ്പാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളിൽ ഒരുത്തൻ കുരുത്തൻ കെട്ടവനാണ്, അവൻ പറഞ്ഞാ അനുസരിക്കില്ല, അവന് ദുസ്വഭാവമാണ്. വെറുക്കല്ലേ വാപ്പമാര്, വെറുക്കല്ലേ വാപ്പമാര്. അവന്റെ കാര്യം ഇനി പറയരുതെന്ന് ഭാര്യയോട് പറയരുത്, അവനെ എഴുതി തള്ളരുത്. അവനെയാണ് നീ സൂക്ഷിക്കേണ്ടത്, അവനെയാണ് നീ പരിഗണിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ കുറ്റം പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ടല്ലോ, അവര് പറയും നീ ഒരിക്കലും നന്നാകില്ലടാ എന്ന് ശപിക്കുന്നവരുണ്ട്, സ്വന്തം മക്കളെ പ്രാവുന്നവരുണ്ട്. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. ഉമ്മ അങ്ങനെ പറയല്ലേ ഉമ്മ, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും ഉമ്മ. എന്റെ ഉമ്മയോട് പറയുകയാ, ഉപ്പയോട് പറയുകയാ, നിങ്ങൾ ഒരിക്കലും മക്കളെ ശപിക്കല്ലേ, മക്കളെ പ്രാവല്ലേ. അല്ലാഹു അത് കേൾക്കും ഉമ്മ. മക്കൾ അവസാനം നിന്റെ കണ്ണിന്റെ മുമ്പിൽ കിടന്ന് നരകിക്കുന്നത് കാണേണ്ടി വരും പെങ്ങളെ. അതുകൊണ്ട് മക്കളെ തലതിരിഞ്ഞു പോയാൽ അവരെ നന്നാക്കാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ, അവരെ നന്നാക്കാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ. കള്ളു കുടിക്കുന്ന മകൻ നന്നാകണ്ടേ ഉമ്മ, മോനെ. മോശമായ സ്വഭാവം നയിക്കുന്ന മക്കൾ നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ്, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ തന്റെ പൊന്നാര മകനുണ്ട്, അലി എന്ന് പറയുന്ന ഒരു മകനുണ്ട്. അലി എന്ന് പറയുന്ന മകനാണെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കാറില്ല, പറഞ്ഞാൽ അനുസരിക്കാറില്ല. ഒരുപാട് ദുസ്വഭാവങ്ങളാണ്, ഇബാദത്തുകൾ വളരെ കുറവാണ്. ഫുളൈൽ തങ്ങൾ ഒരുപാട് ഉപദേശിച്ചു നോക്കി, ഒരുപാട് പഠിപ്പിച്ചു നോക്കി, എന്നിട്ടും അവന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല. ഫുളൈൽ തങ്ങൾ എഴുതി തെള്ളിയില്ല, ഫുളൈൽ തങ്ങൾ എഴുതി തെള്ളിയില്ല. ഫുളൈൽ തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? അലി എന്ന് പറയുന്ന മകന്റെ കൈ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അലി എന്ന് പറയുന്ന പൊന്നുമോന്റെ കൈ പിടിച്ചിട്ട് അതാ നിസ്കാരപ്പായിലേക്ക് കടന്നു വന്നു, നിസ്കാരപ്പായിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ഫുളൈൽ തങ്ങള് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞിട്ട് ഫുളൈൽ തങ്ങളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ പൊന്നുമോനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് പരിശ്രമിച്ചു റബ്ബേ, അവനെ ഒരുപാട് പഠിപ്പിച്ചു റബ്ബേ, ഒരുപാട് ഉപദേശിച്ചു നോക്കി റബ്ബേ, അവനെ ഞാൻ തല്ലി നോക്കി റബ്ബേ, എന്റെ അലിയെ നന്നാകുന്നില്ല അല്ലാ, എന്റെ അലിയെ നന്നാകുന്നില്ല അല്ലാ. അതുകൊണ്ട് പടച്ച റബ്ബേ, അലിയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ അല്ലാ. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞ മറുപടിയാണ്, എന്റെ പൊന്നുമോനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അല്ലാ. തവക്കൽതു അലല്ലാഹ്, എന്റെ മകനെ നീ നന്നാക്കി തരണേ അല്ലാ, എന്റെ മകനെ നീ നന്നാക്കി തരണേ അല്ലാ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ചവനെ ദുആ ചെയ്യുകയാണ്, അവിടുന്ന് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ അലി എന്ന് പറയുന്ന മകനുണ്ടല്ലോ, അലി എന്ന് പറയുന്ന മകനുണ്ടല്ലോ, വാപ്പ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ അവന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. അവൻ ദുആ ചെയ്യാൻ പോകുകയാണ്. പടച്ചവനെ അവന് ഖുർആൻ ഓതുകയാ. നിയമങ്ങളൊക്കെ അനുസരിക്കാനുള്ളതാണ്, നിങ്ങൾ ഇരിക്കില്ലാരും. ഇൻഷാ അല്ലാഹ് ഇരിക്കട്ടെ, ഇരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇരിക്കിരി സഫീർ, നിയമങ്ങൾ എന്ന് പറയുന്ന അനുസരിക്കാനുള്ളതല്ലേ? നിങ്ങളെന്താ എങ്ങനെ ഇരിക്കണം? ഇങ്ങോട്ട് നോക്ക്, നിയമം അനുസരിക്കാനുള്ളതല്ലേ? ഇപ്പൊ തന്നെ നമ്മൾ സമയം ഒരുപാട് താമസിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്തിയേക്കാൻ ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പ്രസിഡന്റ് എന്തേപ്പാ? കുഴപ്പമൊന്നുമില്ല, നിങ്ങളാ പാവ, അവര് വന്ന് നിയമം പറഞ്ഞു, നിങ്ങൾ വരട്ടാ നിൽക്കണ്ട,
അവളെ അനുസരിക്കാനുള്ളതാണല്ലോ ഇൻഷാ അല്ലാഹ്. സൗണ്ട് ഇത്തിരി കുറച്ച് നോക്ക്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തു. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ ഈ അലി എന്ന് പറയുന്ന മകൻ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ കേട്ടു. അലി എന്ന് പറയുന്ന മകൻ അവിടെ നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടു. ഖുർആൻ കേട്ടപ്പോ കേൾക്കാൻ ഒരു രസം. ഇങ്ങോട്ട് നോക്കൂ മനുഷ്യന്മാരെ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അലി എന്ന് പറയുന്ന മകനുണ്ടല്ലോ, അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് കേൾക്കുകയാണ്. കേട്ടപ്പോൾ പടച്ചവനെ അത് മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, സിനിമാ ഗാനങ്ങളൊക്കെ മാറ്റിയിട്ട് സമയം കിട്ടുമ്പോ ഒന്ന് ഖുർആൻ കേട്ട് നോക്കണാ മോനെ. ഒരല്പനേരം ക്ഷമയോടുകൂടി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്ന് കേട്ട് നോക്ക്. റബ്ബേ, എന്തൊരു ലഹരിയാണെന്നറിയോ, എന്തൊരു രസമാണെന്നറിയോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ മനസ്സിനൊരു ആനന്ദമാണ്, മനസ്സിനൊരു സമാധാനമാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ അലി എന്ന് പറയുന്ന മകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് കേൾക്കാൻ തുടങ്ങി. പിന്നെ ഖുർആൻ കേൾക്കാതെ പറ്റൂല. എപ്പോഴും ഖുർആനായി, എപ്പോഴും ഖുർആനായി, ഖുർആനുമായി വല്ലാത്ത ബന്ധമായി. പടച്ചവനെ അവസാനം ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ അലി എന്ന് പറയുന്ന മകനുണ്ടല്ലോ ഖുർആനിന്റെ ആളായി മാറി. അവിടെ നിന്ന് ഖുർആൻ ഊതുമ്പോ പറവകൾ പോലും ഖുർആൻ ഊതുന്നത് കേൾക്കാൻ കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവസാനം അലി മരണപ്പെടുന്നത് ഖുർആൻ ഊതിയട്ടാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഊതിയട്ടാണ് ലോകത്തോട് വിട പറഞ്ഞതെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ ഉപ്പമാരോട് പറയുകയാണ്, നന്നാകാൻ വേണ്ടി ദുആ ചെയ്യുമ്മ. മക്കളെ പടച്ചവനെ ഏൽപ്പിക്ക്. അല്ലാഹുവോട് പറയണം, തവക്കൽതു അലല്ലാഹ്. എന്റെ മോനെ നന്നാക്കണം തമ്പുരാന്, എന്റെ മോളെ നന്നാക്കണം തമ്പുരാന്, ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിത്തരണം തമ്പുരാന്. പടച്ചവനോട് പറഞ്ഞാ നന്നാക്കി തരും ബാപ്പാ. എന്റെ ഉപ്പമാരോട് പറയുകയാ, നമ്മളിൽ പലർക്കും വിശ്വാസമില്ലടോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങൾ ഒരിക്കൽ കമ്പോളത്തിലൂടെ കടന്നു പോകുമ്പോ, അതാ കച്ചവടം നടക്കുന്ന കമ്പോളത്തിലൂടെ ഉമർ തങ്ങൾ കടന്നു പോകുമ്പോ ഒരു വാപ്പയെയും മകനെയും കാണുകയാണ്. രണ്ടുപേരെയും വരച്ചു വെച്ചതുപോലെ വാപ്പയും മകനും ഒരുപോലെ ഇരിക്കുകയാണ്. കാക്കയെയും കാക്കയുടെ കുഞ്ഞിനെ പോലെ രണ്ടുപേരും ഒന്നുപോലെ ഇരിക്കുന്നു. എവിടെ പോയാലും ഒരുമിച്ചാണ് നടക്കുന്നത്. വാപ്പയും മകനും ഒരുമിച്ചാണ് എവിടെയും പോകുന്നത്. ഈ സ്നേഹം കണ്ടപ്പോ ഉമർ തങ്ങളെ ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഉമർ തങ്ങളെ, ഇവനെ എങ്ങനെ കിട്ടിയതാണെന്നറിയോ? ഈ മോനെ എനിക്ക് എങ്ങനെ കിട്ടിയതാണെന്നറിയോ? ഉമർ തങ്ങളോട് കരഞ്ഞുകൊണ്ട് ആ വാപ്പ ഒരു കഥ പറയുകയാണ്. എന്താണ് പറഞ്ഞു കൊടുത്തതെന്നറിയോ? ഉമർ തങ്ങളെ, ഞാൻ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു, എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. പടച്ചവനെ, യുദ്ധത്തിന് വേണ്ടി യാത്ര പറഞ്ഞിറങ്ങുമ്പോ ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, അല്ലാ, എന്റെ ഭാര്യ ഗർഭിണിയാണ് റബ്ബേ, ഞാൻ യുദ്ധത്തിന് പോകുകയാണ് പടച്ചവനെ, എന്റെ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു തമ്പുരാന്, ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു, തവക്കൽതു അലല്ലാഹ്, ഒരു പോറലുമില്ലാതെ എന്റെ കുഞ്ഞിനെ എനിക്ക് തരണേ അല്ലാ. ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് ആ ഭർത്താവ് പടച്ചവനോട് പറഞ്ഞ വാക്കെന്താണെന്ന് എഴുതി വെച്ചോ, അല്ലാഹുവേ, ഈ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു പടച്ചവനെ, ഒരു പോറലുമില്ലാതെ എനിക്ക് തരണേ അല്ലാ. ആ മനുഷ്യൻ യാത്ര പറഞ്ഞു പോവുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവേ, അല്ലാഹുവേ, യാത്ര യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരാ സമയമായപ്പോ അതാ പടച്ചവനെ, ആ മടങ്ങി വരുന്നതിന്റെ അന്ന് ആ മനുഷ്യന്റെ ഭാര്യ മരിക്കുകയാ.
അവിടുന്ന് ഭാര്യ മരണപ്പെട്ടു പോയടോ, ഭാര്യ മരണപ്പെട്ടു പോയടോ. ആ പെണ്ണിന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കുകയാണ്. വൈകുന്നേര സമയത്താണ് കബറടക്കിയത്. കബറടക്കി കഴിഞ്ഞപ്പോ അതാ പള്ളിക്കാട്ടിലൊരു പ്രകാശം കാണുകയാ. പള്ളിപ്പറമ്പിൽ ഒരു പ്രകാശം കാണുകയാ. എല്ലാവരും ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ പ്രകാശം കാണുന്നത്? പള്ളിക്കാട്ടിലേക്ക് ഓടിപ്പോകുമ്പോ ഒരു ഖബർ പിളർന്നിരിക്കുകയാണ്. ഒരു ഖബർ രണ്ടായി പിളർന്നിരിക്കുകയാണ്. ആ ഖബറിനകത്ത് നിന്നാണ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. അടയാളമായി പ്രകാശം കാണുന്നു. ചെന്ന് നോക്കുമ്പോ ആ മരിച്ചുപോയ പെണ്ണിന്റെ ഖബറിനകത്ത് ഒരു ചോര കുഞ്ഞ് കിടന്ന് കരയുകയാ. ഒരു ചോര പൈതൽ കിടന്ന് കരയുകയാ. ആ ഖബറിനകത്ത് നിന്ന് ആ കുഞ്ഞിനെ എടുത്തടോ. ആ സമയത്താണ് ആ പിതാവിനോട് അശരീരി കേൾക്കുകയാണ്, നീ ഭാര്യയെ ഏൽപ്പിച്ചു, അല്ലാഹുവേ നീ മകനെയാണ് ഏൽപ്പിച്ചത്, ആ മകനെ അല്ലാഹു നിനക്ക് തിരിച്ചു തന്നു. ഇതുപോലെ നീ നിന്റെ ഭാര്യയെയും ഏൽപ്പിച്ചിരുന്നെങ്കിൽ നീ അല്ലാഹുവോട് പറഞ്ഞതെന്താ? എന്റെ മോനെ, എന്റെ ഈ കുഞ്ഞിനെ എനിക്ക് തരണം പടച്ചവന്. നീ നിന്റെ ഭാര്യ കൂടെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അല്ലാഹു തരുമായിരുന്നു എന്ന ശരീരി കേട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സഹോദരാ സഹോദരി, തവക്കൽതു അലല്ലാഹ്. അത് വീടിന്റെ മുമ്പിൽ എഴുതി വെക്കാനുള്ളതല്ല, വണ്ടിക്കകത്തൊട്ടിച്ചു വെക്കാനുള്ളതല്ല. അത് നാവ് കൊണ്ട് പറയേണ്ട ഒരു വാചകമാണ്. അത് നാവ് കൊണ്ട് പറയേണ്ട ഒരു വാചകമാണ്. അതുകൊണ്ട് പടച്ചവനെ ഏൽപ്പിക്ക്. തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിനെ പരമേൽപ്പിക്ക്, അല്ലാഹുവിനെ പരമേൽപ്പിക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ പരിപാടിയുടെ പിന്നിൽ വലിയ ഒരു ആഗ്രഹമുണ്ടോ? എന്താണ് ആഗ്രഹമെന്നറിയോ? പടച്ചവനെ, നിങ്ങളുടെ പള്ളിയിലെ ജനാസകൾ ഖബറടക്കാനും സ്ഥലമില്ലടോ. കുറച്ചു സ്ഥലം വാങ്ങണം സഹോദരാ, കുറച്ച് സ്ഥലം വാങ്ങണം സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് വല്ലാത്ത ഒരു ഭാഗ്യമാണോ അല്ലാഹു നിങ്ങൾക്ക് തരുന്നത്, വല്ലാത്ത ഒരു ഭാഗ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രതിഫലമെന്നറിയോ? ദുനിയാവിൽ പടച്ചവനെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഖബറിനകത്താ. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഖബറിനകത്താ. എത്രയോ കൊല്ലങ്ങളായി ഖബറിനകത്ത് ജനങ്ങൾ കിടക്കുന്നുണ്ടോ? ഖബർ കുഴിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഖബർ കുഴിക്കുന്ന ഒരു മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു മയ്യത്തിന് ഖബർ കുഴിച്ചു കൊടുത്താ അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? മയ്യത്തിന് വീട് വെച്ച പ്രതിഫലം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വീട് വെച്ച പ്രതിഫലമാണ്, ഒരു വീട് വെച്ച പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന് വേണ്ടിയാണല്ലോ പടച്ചവനെ, പള്ളികൾ അല്ലാഹുവിൻ്റെതാണല്ലോ, സർവ്വതും പടച്ച റബ്ബിന്റെയാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങളിൽ ആർക്കാ അല്ലാഹു ഒരുപാട് സമ്പത്ത് തന്നവരുണ്ടല്ലോ, ഒരുപാട് നിഅമത്ത് ചെയ്തവരുണ്ടല്ലോ, പക്ഷേ സദഖ കൊടുക്കാൻ എല്ലാവർക്കും കഴിയില്ലടോ. അതിനുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാകില്ലടോ. മനസ്സ് കൊടുക്കുന്നവൻ അല്ലാഹുവാണല്ലോ. പലിശക്കാരന്റെ പൈസ അല്ലാഹുവിന് വേണ്ട, പറ്റിച്ചുണ്ടാക്കിയവന്റെ പൈസ അല്ലാഹുവിന് വേണ്ട. ഹറാമായ ഒരു 5 നയാ പൈസ പോലും അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ എത്രയോ പേർക്ക് പടച്ചവൻ ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ടുണ്ടല്ലോ. വഴുത കേൾക്കുന്ന പെങ്ങള് വളയും മോതിരവും
ഒരുപാട് സ്വർണം നിന്റെ ശരീരത്തിലുണ്ടല്ലോ, ഒരാറടി മണ്ണിന്റെ പൈസ കൊടുക്കുമോ മോളെ? അവസാനം വന്ന് കിടക്കേണ്ടത് ഈ പള്ളിപ്പറമ്പിലല്ലേ? ഇതല്ലാതെ ഒന്നുമില്ലല്ലോ, ഇതന്നല്ലാതെ ഒന്നുമില്ലല്ലോ. ഇത് ജാരിയായ സദക്കയാ വാപ്പാ, ഇത് ജാരിയായ സദക്കയാ വാപ്പാ. നിർബന്ധിച്ച് പിടിച്ചു പറിക്കാനുള്ളതല്ല സദക്ക, അത് റബ്ബ് മനസ്സ് കൊടുക്കുന്നവര് പറയുമടോ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ, ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. ആ പ്രതിഫലം അല്ലാഹു പറയുകയാ, ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹുവാണ് പ്രതിഫലം പറയുന്നത്, ഞാനല്ല. അല്ലാഹുവാണ് പ്രതിഫലം പറയുന്നത്, ഞാനല്ല. അല്ലാഹു പറയുന്ന പ്രതിഫലം സ്വർഗമാവാപ്പാ, സ്വർഗം തരാമെന്ന് അല്ലാഹു പറയുകയാണ്. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം തരാമെന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ ഒരാറടി മണ്ണിന്റെ പൈസ കൊടുക്കുവോ വാപ്പാ? ലക്ഷങ്ങൾ വേണ്ട വാപ്പാ, ലക്ഷങ്ങൾ വേണ്ട വാപ്പാ. നിന്റെ ഉപ്പ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, നിന്റെ ഉമ്മ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, നിന്റെ കൂടെ പിറപ്പ് കിടക്കുന്നുണ്ടല്ലോ. നാളെ നീയും പോകേണ്ടവനാ വാപ്പാ. ഈ പള്ളിപ്പറമ്പിലാണ് നാളെ നീയും പോയി കിടക്കേണ്ടത്. അതുകൊണ്ട് പടച്ചവര് അല്ലാഹു തരുന്ന പ്രതിഫലം എപ്പോഴാണെന്നറിയോ? റൂഹ് പിടിച്ച് നിന്റെ തുണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ, ആ തുണ്ടക്കുടിയിൽ നിന്ന് അവസാനമായി റൂഹ് വലിച്ചെടുക്കുമ്പോ മലക്കുകളോടി വരികയാണ്, മലക്കുകളോടി വരികയാണ്. നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് സ്വർഗം ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ്. വഅബ്ശിറൂ ബിൽ ജന്നാ. ഇതാണ് സ്വർഗം. ആ പള്ളിയിൽ കബറടക്കുന്നതിന് വേണ്ടി ജാഗമാങ്ങാറ് 1 സെന്റ് ഭൂമി കൊടുത്ത വാപ്പാ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഇതാ. വഅബ്ശിറൂ ബിൽ ജന്നാ. സ്വർഗം ഇങ്ങനെ കാണിച്ചു തരുമടോ. ഈ പള്ളിപ്പറമ്പിലെപ്പോ പോയാലും, ഈ പള്ളിപ്പറമ്പിലെപ്പോ പോയാലും നിന്റെ മനസ്സിനൊരു സമാധാനമാടോ. അല്ലാഹുവേ 1 സെന്റ് ഭൂമിയുടെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ പടച്ചവര്. എന്തായാലും ഞാൻ ഈ മണ്ണിൽ വന്ന് കിടക്കുമ്പോ, അല്ലാ ഈ മണ്ണിനടിയിൽ കിടക്കുമ്പോ റബ്ബിനോട് കരുണ കാണിക്കുമല്ലോ. ജാരിയായ സദക്കയാടോ, അത് കാണുമ്പോ വല്ലാത്ത സന്തോഷമാടോ. പടച്ചവനെ, നാളെ എന്റെ വാപ്പ മരണപ്പെട്ടിട്ട് 14 കൊല്ലം തികയുകയാ. പടച്ചവനെ, ശഅബാൻ 25-ന് എന്റെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ട് 14 കൊല്ലം തികയുകയാണ്. ഇന്നും എന്റെ വീടിന്റെ താഴെ ഒരു ചെറിയ മസ്ജിദ് ഉണ്ടല്ലോ. അതിനകത്തേക്ക് ചെല്ലുമ്പോ എന്റെ ഉപ്പാന എനിക്ക് ഓർമ്മ വരും സഹോദരാ. ആ പള്ളിയുടെ മുമ്പിൽ ഒരു ജനലുണ്ട്, ഞാൻ അതിന്റെ ചാരത്ത് പോയി നിൽക്കാറുണ്ട്, ആ ജനലിന്റെ പരിസരത്ത് പോയി നിൽക്കാറുണ്ട്. കാരണം പടച്ചവന്, ആ ജനൽ എന്റെ ഉപ്പ കൊടുത്തതാണ്, ആ ജനൽ എന്റെ ഉപ്പ കൊടുത്തതാണ്. ആ ജനല് കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് സഹോദരാ. ഇതാണ് ജാരിയായ സദഖ. മണ്ണോടലിഞ്ഞാലും ഖബറിൽ വരുമടോ, മണ്ണോടലിഞ്ഞാലും ഖബറിൽ വരുമടോ. അതുകൊണ്ട് നിങ്ങൾ തരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചാടി എഴുന്നേറ്റ് പറയാൻ അല്ലാഹുവേ ഒരാളെയും ഞാൻ നിർത്തിയിട്ടില്ല. അല്ലാഹുവാണ് മനസ്സ് കൊടുക്കുന്നത്. ദുആ ചെയ്യാൻ പോവുകയാണ്. പടച്ചവരെ, 1 സെന്റ് ഭൂമി അല്ലാ, 1 സെന്റ് ഭൂമി മതി സഹോദരാ. ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയല്ലോ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഈ ആയിരക്കണക്കിന് വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറയുന്ന, ഉസ്താദ് 1 സെന്റ് ജാഗ ഞാൻ വാങ്ങിത്തരാ, ലക്ഷങ്ങളൊന്നും വേണ്ടടോ, 1 സെന്റ് ജാഗ ഞാൻ വാങ്ങിത്തരാ. എന്റെ ഉപ്പ എവിടെ കിടക്കുന്നുണ്ട്, എന്റെ ഉമ്മ എവിടെ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ
അവരുടെ ഖബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കണം ഉസ്താദ്, സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കണം ഉസ്താദ്. എന്റെ വാപ്പ ഇന്ന് ഖബറിനകത്ത് കിടന്ന് സന്തോഷിക്കണം ഉസ്താദ്. ഒരു നല്ല നിയ്യത്തോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആരാവുള്ളത്? അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവരെ നീ തെരഞ്ഞെടുക്കണേ അല്ലാ, നീ തന്നെ പറയിപ്പിക്കണേ അല്ലാ, മനസ്സ് കൊടുക്കണേ അല്ലാ, കൈവിടല്ലേ അല്ലാ. ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് ഉസ്താദെ. ഒരു സെന്റിന് എന്താ പോലെ? 50,000 രൂപ ഒരു സെന്റ് ജാഗയ്ക്ക്. നിങ്ങളുടെ നാട്ടിലെ ഖബർസ്ഥാനിലേക്ക് സ്ഥലം വാങ്ങണം ഇൻഷാ അല്ലാഹ്. 50,000 രൂപയാണ് ഒരു സെന്റ് ജാഗയ്ക്ക്. ഉസ്താദെ, എൻ്റെ ഉപ്പ അവിടെ കിടക്കുന്നുണ്ട്, എൻ്റെ ഉമ്മ ഇവിടെ കിടക്കുന്നുണ്ട് ഉസ്താദെ. ഞാനും ഒരു ദിവസം മരിച്ച് മണ്ണിനടിയിൽ പോകേണ്ടവനാ. ആ മണ്ണിനടിയിൽ പോകുമ്പോൾ ആ ഖബറിനകത്ത് അല്ലാഹു എനിക്ക് സ്വർഗം കാണിച്ചു തരണം എന്ന ഒരു നീയത്തോടെ ഇൻഷാ അല്ലാഹ്. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, ചാടി എഴുന്നേറ്റ് പറയാൻ എന്തെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാഹ്, ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഉസ്താദെ ഒരു സെന്റ് ജാഗ ഞാൻ വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 1/2 സെന്റിന്റെ പൈസ ഞാൻ തരാം, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെങ്കിലും ഒരാളൊന്ന് കൈവെക്കൂ, ആരെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആരെങ്കിലും ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെങ്കിലും ഉണ്ടോ ഇൻഷാ അല്ലാഹ്? അൽഹംദുലില്ലാഹ്. നമ്മുടെ ഷാഫി നന്ദാവര, അൽഹംദുലില്ലാഹ്. ഉസ്താദെ, നീ ആയിരുന്നോ? ഷാഫി പറഞ്ഞ 1/2 സെന്റ്, 1 സെന്റ് കൊടുക്കടാ ഇൻഷാ അല്ലാഹ്. പുതിയ ബിൽഡിങ്ങിന്റെ പണിയൊക്കെ തുടങ്ങാൻ പോവാ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. തുടക്കത്തിൽ ഹാജി, പേരെന്തോ നല്ല പേരും വെച്ചിട്ടാ, മുഹമ്മദ് ഹാജി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഹാജിയാര് തുടക്കത്തിൽ ബിസ്മി പറഞ്ഞുകൊണ്ട് 1 സെന്റ് വസ്തു. ഖുലൂ തക്ബീർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ചവനെ, മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആ പിതാവ് പടച്ചവനെ ആദ്യമായിട്ട് 1 സെന്റ് ജാഗ സദഖ ചെയ്യുന്ന റബ്ബേ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരുപാട് പേര് മണ്ണിനടിയിലാണ് റബ്ബേ. ഈ പറഞ്ഞ അഫ്ദൽ ദിക്റിന്റെ പ്രതിഫലമാ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ തമ്പുരാന്, ഖബർ വിശാലമാക്കണേ തമ്പുരാന്, മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ തമ്പുരാന്, മണ്ണറ മണിയറയാക്കണേ തമ്പുരാന്, പെരുന്നാളിന്റെ സന്തോഷം കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ആ ഹാജി മരണപ്പെടുമ്പോ ഇതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാ, കണ്ടു മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ, ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ, കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോൻ റബ്ബേ, അല്ലാഹുവേ, ഇർഫാൻ എന്ന് പറയുന്ന പൊന്നുമോൻ അപകടത്തിൽ മരണപ്പെട്ടു പോയ പൊന്നുമോനാണ്. അവന് വേണ്ടി പടച്ചവരെ 1 സെന്റ് ജാഗ സദഖ ചെയ്യുന്നു റഹ്മാനേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജീവിച്ച് തീർക്കുന്നതിന് മുമ്പ് ഇർഫാൻ എന്ന് പറയുന്ന പൊന്നുമോന് പടച്ചവരെ നിന്റെ വിധി വന്നു റബ്ബേ, ഖബറിലാണ് റബ്ബേ, ഖബറിലാണ് റബ്ബേ. അവന്റെ മണ്ണറ മണിയറയാക്കണേ അല്ലാ, സ്വർഗ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാ. അവന്റെ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ.
കണ്ണുനീരിന് പകരം സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മക്കളൊക്കെ ചേർന്ന് മരണപ്പെട്ടു പോയ അവരുടെ അബൂബക്കർ എന്ന് പറയുന്ന ആള്, പിന്നെ അളിയൻ അസീസിച്ച പെങ്ങന്മാരിൽ നിന്ന് മരണപ്പെട്ടവർ, ഉപ്പവും എല്ലാവരുടെ പേരിൽ 5,01,000. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ചവനെ ജമാഅത്തിന്റെ പ്രസിഡന്റിന്റെ പ്രിയപ്പെട്ട ഉപ്പ, പടച്ചവനെ കുടുംബത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് തമ്പുരാന്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ 5 ലക്ഷം രൂപ അല്ലാഹുവേ 5 ലക്ഷവും 5,01,000 രൂപ പടച്ചവനെ സ്വതക്ക ചെയ്യുന്നു റബ്ബേ. ഖുലൂ തക്ബീർ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ ഒരുപാട് പേര് ഖബറിലാണ് റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. പെരുന്നാളിന്റെ സന്തോഷം കൊടുക്കണേ അല്ലാ. പടച്ചവനെ കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് ദുആ ചെയ്യട്ടെ പെട്ടെന്ന്. അൽഹംദുലില്ലാഹ്. അബൂബക്കർ, അസീസ് അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി അല്ലാഹുവേ പടച്ചവനെ കുടുംബത്തിലെ ഉപ്പ ഉമ്മ അവരെല്ലാം 5,01,000 രൂപ അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മണ്ണർ അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും. എല്ലാവരും അടുത്ത് വാ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് വാ. ഇവരുടെ അബ്ബാസ് ഹാജിയുടെ മക്കൾ 2 ലക്ഷം 4 സെന്റിന്റെ സ്ഥലം. ഒന്ന് വാ ചങ്ങായിമാരെ, നിങ്ങൾ ഒരു മിനിറ്റ് എല്ലാവരും അടുത്ത് കയറി പെട്ടെന്ന് കയറി. ആ പുറത്തേക്കണ ചങ്ങായിമാരൊക്കെ ദുആ ചെയ്യാൻ പോ, പെട്ടെന്ന് കയറി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ജമാഅത്തിന്റെ പ്രസിഡന്റ് അല്ലേ ആദ്യം പറഞ്ഞത്? ജമാഅത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്താ പേരെന്താ? അബ്ദുൽ ഖാദർ. നല്ല പേരാണല്ലോ. ബഷീർ. നിങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങളുടെ മാതാപിതാക്കളുടെ പേര് ദുആ ചെയ്യും. അബ്ബാസ് ഹാജിയുടെ മക്കൾ എല്ലാവരും കൂടെ ചേർന്ന് 2 ലക്ഷം 4 സെന്റ് പോരാ, 5 വേണം. 5 വഖത്ത് നിസ്കാരമുള്ളൂ, 4 പറ്റൂല. ഇൻഷാ അല്ലാഹ് അബ്ബാസ് ഹാജിയുടെ മക്കൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് 5 സെന്റ് ജാഗ. ഖുലൂ തക്ബീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ചവനെ അബ്ബാസ് ഹാജിയുടെ മക്കളും ജമാഅത്തിന്റെ വൈസ് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പുകൾ എല്ലാവരും കൂടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 2.5 ലക്ഷം രൂപ സ്വതക്ക ചെയ്യുന്ന തമ്പുരാന് സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈ ചെയ്ത സദക്കയുടെ പ്രതിഫലം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 10 ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് എന്താപ്പാ ഉസ്താദ് ഇൻഷാ അല്ലാഹ് ലത്തീഫ് ഉസ്താദിന്റെ മകനാണല്ലേ? ഇൻഷാ അല്ലാഹ്. എന്താ വേണം? എനിക്ക് പൈസ ഒന്നും വേണ്ട. എത്ര വേണം? 2 എന്ന് പറയുന്നൊരു സംഖ്യ ഇല്ല, 3 ഉള്ളൂ. സുന്നത്തത ദിക്ർ 2 പറഞ്ഞാൽ മതി. 3. അൽഹംദുലില്ലാഹ്. പടച്ചവനെ പ്രിയപ്പെട്ട വാപ്പ ഉസ്താദാണ് തമ്പുരാനെ. അല്ലാഹുവേ 3 സെന്റ് ജാഗ. ഖുലൂ തക്ബീർ സ്വീകരിക്കണേ അല്ലാ. ഉപ്പാട മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അല്ലാഹുവേ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. ആ ഉപ്പാട പൊരുത്തം കൊടുക്കണേ തമ്പുരാന്. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. മക്കളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ മുഖത്ത് കണ്ട സന്തോഷം മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ?
പ്രസിഡന്റും കഴിഞ്ഞു. അല്ല, മാജി പ്രസിഡന്റ് പറഞ്ഞ മുമ്പ് പ്രസിഡന്റ് ആയിരുന്നു. മോൻ പേരെന്താ? ആരാ? ജാബിർ. ദാവൂദിന്റെ പേര് ദാവൂദ് ഹക്കീം. ഇവിടെ മുത്തുപ്പേട്ട ദാവൂദ് ഹക്കീം ഞാൻ വലിയ ഇഷ്ടപ്പെടുന്നു. ഉപ്പായ അള്ളാഹു അടുത്ത് ബറക്കത്തുകൊണ്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്താ വേണം? മൂന്നിൽ കുറഞ്ഞ ഒരു പരിപാടിയില്ല. അൽഹംദുലില്ലാ. ദാവൂദ് എന്ന് പറയുന്ന സഹോദരൻ തന്റെ കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യാൻ 3 സെന്റ് ജാഗ കുലു തക്ബീർ. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. പടച്ചവനെ, മുത്തുപ്പേട്ടയിൽ കിടക്കുന്ന ദാവൂദുൽ ഹക്കീം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ പാവപ്പെട്ട ഹക്കീമിനെ നീ സ്വീകരിക്കണേ തമ്പുരാന്. ആ സഹോദരന്റെ സ്വതക്ക സ്വീകരിക്കണേ അല്ലോ. ഖൈറും ബർക്കത്തും നൽകണേ അല്ലോ. ആഫിയത്തും ദീർഘായുസും നൽകണേ അല്ലോ. ആ മുഖത്ത് കണ്ട സന്തോഷം നിലനിർത്തണേ അല്ലോ. നല്ല മരണം കൊടുക്കണേ അല്ലോ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലോ. ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലോ. കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലോ. ബാദൂർ ഗ്രൂപ്പ് ആബിദ് മരണപ്പെട്ടുപോയ ഇർഫാന്റെ ഉപ്പാണ്. നിങ്ങളുടെ മോന് വേണ്ടി മോന് വേണ്ടി നേരത്തെ കൊടുത്തതല്ലേ? അദ്ദേഹത്തിന്റെ മകനാണ് മരണപ്പെട്ടു പോയത്. തന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യാൻ 1 സെന്റ് ഭൂമി. അല്ലാഹുവേ, പടച്ചോനെ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ പടച്ചോനെ. അല്ലാഹുവേ, ഇർഫാനിന്റെ ഖബർ നീ സ്വർഗമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആ ഉപ്പാടെ സങ്കടത്തിന് പകരം നീ സ്വർഗം കൊടുക്കണേ പടച്ചോനെ. നാളെ സ്വർഗത്തിന്റെ മുമ്പിൽ അല്ലാഹുവേ ഉപ്പാനെയും ഉമ്മാനെയും കാത്ത് ഇർഫാൻ നിൽക്കണേ പടച്ചോനെ. മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകനാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഗൗരവ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്, മൂത്ത ആളായില്ലേ? എന്താ പറയണ? 1 സെന്റ് മതിയോ? 1 സെന്റ് സ്ഥലം അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു ആ മുഖത്ത് കണ്ട സന്തോഷം അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവെ, ചെറിയ ശ്വാസം എടുക്കാനൊക്കെ പ്രയാസമുണ്ട്. അല്ലാഹുവെ, നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു ആ മുഖത്ത് കണ്ട സന്തോഷം മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തണേ റഹ്മാനെ. സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇവിടെ ഉണ്ടോ? ആബിദ് എന്ന് പറയുന്ന സഹോദരൻ അൽഹംദുലില്ലാ 1 ലക്ഷം രൂപ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു ആബിദ് എന്ന സഹോദരന് നീ ഖൈറും ബറക്കത്തും നൽകണേ പടച്ചവനെ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ തമ്പുരാനെ. ജീവിത മാർഗത്തിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കാശ് മൊത്തം ഖജാൻജി എടുത്ത ഞാൻ ഈ വർഷം പോകുന്നുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഭാര്യയുമായിട്ട് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജമാഅത്തിന്റെ ട്രഷററാണ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകണേ പടച്ചവനെ. ആ മുഖത്ത് കണ്ട സന്തോഷം നിലനിർത്തി